നീ രാവിലെ ഞാൻ അങ്ങ് പോകുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ തിരിച്ചു വരുമ്പോഴും ഇവിടെ ഉണ്ട്. എന്താ കേസ്? എന്താ എടാ എന്റെ പൊന്നിയേട്ടാ ഒന്നും പറയണ്ട. എടാ ടെൻഷൻ കാരണം വീട്ടിലും കയറാൻ മേലെ നാട്ടിൽ നടക്കാൻ മേലെ. എന്താ നിനക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാ? കാര്യം നിന്റെ പെങ്ങന്മാരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. എന്താ കാര്യം എന്താന്ന് പറയണത്? എടാ എന്റെ മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്കറിയില്ല, 10 വർഷമായി. 10 വർഷമായിട്ട് എന്റെ മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതൊക്കെ എനിക്കറിയാം. എടാ ഇതുവരെ പിള്ളേരില്ലടാ അവർക്ക്. ആ പിള്ളേരില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരെ പോയി കാണാൻ ആർക്കാ കുഴപ്പമൊന്നും മരുന്ന് മേടിക്കണം. ഡോക്ടർമാരെ മുഴുവൻ കാണിച്ച് അമ്പലങ്ങൾ മുഴുവൻ വഴിപാട് നടത്തി. ഇതുവരെ അവർക്ക് പിള്ളേരുണ്ടായിട്ടില്ല. ഇത് എന്താ കാരണം എന്താണെന്നാ? അവളുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അവളുടെ ഭർത്താവ് അവളെ പെരക്കകത്തെടുത്ത് വാതിലടച്ചിട്ട് അവൻ പുറത്തിറങ്ങി കാവലി നിൽക്കടാ. അതെന്താ കാര്യം എന്താണെന്നാ? അവൻ ATM സെന്ററിലെ വാച്ച്മാനാണല്ല. അത് ശരി. പിന്നെ അങ്ങനെ പിള്ളേരുണ്ടാവും. നിന്റെ രണ്ടാമത്തെ പെങ്ങളുടെ കേസാ? രണ്ടാമത്തെ പെങ്ങളുടെ കേസ് എനിക്കറിയാല്ല. അവളെ കല്യാണം കഴിച്ചേക്കുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, നല്ല പയ്യനാണ്. അവളാണെങ്കിൽ ക്രിക്കറ്റ് ഭ്രാന്തെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഞാൻ അന്നേ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാരെ കൊണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് കൊടുക്കരുതെന്ന്. അതെന്താ നീ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിച്ചിട്ട് എന്താ കുഴപ്പം? കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എന്താ കുഴപ്പമെന്നാ? എടാ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ ഈ ക്രിക്കറ്റ് കളിക്കാരനായ എന്റെ അളിയൻ വന്നിട്ട് എന്നോട് പറയാണ് സിംഗിൾ അടിച്ചു. 4 പിള്ളേരുണ്ടായി കഴിഞ്ഞപ്പോ എന്റെ അളിയൻ ഈ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയാണ് 4 അടിച്ചെന്ന്. അത് സാമാന്യ മര്യാദ. 6 പിള്ളേരുണ്ടായപ്പോ അവൻ പറഞ്ഞു കിടക്കുകയാണ് 6 അടിച്ചെന്ന്. ഇപ്പൊ പെങ്ങള് പേടിച്ചരണ്ടത് വീട്ടിൽ വന്ന് കട്ടലിടിക്കടി ഒളിച്ചിരിക്കുകയാണ്. അതെന്താ കാര്യം? എന്ത് പറ്റിയെന്നാ? എടാ ഇപ്പൊ എന്റെ അളിയൻ പറഞ്ഞോണ്ട് കിടക്കുകയാണ് സെഞ്ചുറി അടിക്കണം. നീ ആ പെങ്ങളെ ഏതെങ്കിലും പെട്ടിക്കകത്ത് വെച്ച് പൂട്ടാൻ നോക്കാം, അതാ നല്ലത്. പിന്നെ ഇപ്പൊ ഇതിന്റെ മുഖത്തന്നെ ഒരു വല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലൊരു ബീക്കോംകാരി പെങ്ങളുണ്ടല്ലോ. ഉണ്ട്. ഏറ്റവും പെങ്ങള് അവള് പ്രസവിച്ച്. പെങ്ങള് പ്രസവിച്ച് സന്തോഷിക്കല്ല വേണ്ടത്. സന്തോഷിക്കണെന്നാ? എടാ എങ്ങനെ സന്തോഷിക്കും? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ല. പ്രിയമുള്ള ഭക്തജനങ്ങളെ, തേവലക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ തൈപ്പൂയ കാവടിയാട്ട മഹോത്സവത്തിന് ഇന്ന് തിരികൊളുത്തിയിരിക്കുകയാണ്. 1-ാം ദിവസമായ ഇന്ന് ഇതിവിടെ നടക്കാൻ പോകുന്നത് ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണ്. ഈ വെടിക്കെട്ട് മഹാമഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെ കടിച്ചു കയറാൻ നിൽക്കുന്ന ബദ്ധശത്രുക്കളായ ബദ്ധവൈരികളായ അമിട്ടുചീറ്റി വാസുവും ഗുണ്ടുചീറ്റി പരമവും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണ്. അതിനു മുൻപ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. നാടകം അമ്പലനട എത്തിയാൽ ഉടൻ തന്നെ വേദിയിൽ താലപ്പൊലി ആരംഭിക്കുന്നതാണ്. എന്താണ്? അല്ലല്ല, താലപ്പൊലി അമ്പലനടയിൽ എത്തിയോടൊപ്പം തന്നെ നമ്മുടെ നാടകം വേദിയിൽ ആരംഭിക്കുന്നതാണ്. മറ്റൊരു അറിയിപ്പുണ്ട്. താലപ്പൊലി ഏന്തി നിൽക്കുന്ന മംഗമാരുടെ പുറകിൽ പൊന്നാനക്കൂടെ ചൂടി നിൽക്കുന്ന ബാലന്റെ ശ്രദ്ധയ്ക്ക്, ബാല നീ ശ്രദ്ധിക്കണം, നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വെടിക്കെട്ട് മഹാമഹം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു അറിയിപ്പുണ്ട്. വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾ അല്പം ശബ്ദം താഴ്ത്തി സംസാരിക്കണം, കാരണം വെടിക്കെട്ട് എല്ലാവർക്കും കേൾക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചെറിയൊരു അറിയിപ്പ്. ആനപ്പാപ്പാന്മാരുടെ ശ്രദ്ധയ്ക്ക്, പടക്കത്തിന് തീ കൊളുത്താൻ പോവുകയാണ്. ആനകളെ മാറ്റിത്തളക്കേണ്ടതാണ്. ഗംഭീര വെടിക്കെട്ട് മഹാമഹം ഈ വേദിയിൽ ആരംഭിക്കുന്നു. തെക്കേച്ചേരി വാർത്ത പ്രതിനിധീകരിച്ചുകൊണ്ട് അമിട്ടുചീറ്റി വാസുവിനെ വേദിയിലേക്ക് ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്റെ പൊന്നിയാട്ട വെടിക്കെട്ട് തുടങ്ങാറായിട്ടില്ല, പറഞ്ഞിട്ട് തുടങ്ങിയാ മതി. ഇത് ഞാൻ വന്നെന്നറിയിക്കാൻ വേണ്ടിയാണല്ലേ. തെക്കേച്ചേരി വാർത്ത പ്രതിനിധീകരിച്ചുകൊണ്ട് ഗുണ്ടുചീറ്റി പരമൂനെ ഈ വേദിയിലേക്ക് ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ വാ. ചേട്ടാ വെടിക്കെട്ട് തുടങ്ങാനായിട്ടില്ല, തുടങ്ങുമ്പോ സമയമുണ്ട് പറയാം. ഞാൻ വന്നെന്ന് അറിയിച്ചത്. വന്നെന്നറിയിച്ചതാണല്ലേ. ഏതായാലും 2 പേരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. 2 പേരും ചേർന്നിട്ടുള്ള ചേട്ടാ, നിങ്ങൾ തമ്മിൽ കൂടാനുള്ള ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ തമ്മിൽ കടിപിടി കൂടാനുള്ള വേദിയല്ലേ ഇത്. ഇവിടെ വെടിക്കെട്ട് നടത്താനുള്ള വെടിക്കെട്ട് മഹാമഹം. ബദ്ധശത്രുക്കളാണെങ്കിലും നിങ്ങൾ 2 പേരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണെന്ന് ഇവിടെ കാഴ്ചവെക്കേണ്ടത്. അപ്പൊ ചേട്ടൻ തന്നെ ആദ്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോ. സ്റ്റാർട്ട് ചെയ്തോ. അടിപൊളിയായിട്ട്. എന്തായിട്ട് ഈ സാധനം? ഗർഭം കലക്കി. ഇതാണ് ഗർഭം കലക്കി. പോയി ചീറ്റി. അടിപൊളി, സൂപ്പർ. ഇതാണിത് കുടുംബം കലക്കി. ഇതാണ് കുടുംബം കലക്കി. ദൈവമേ, പലരുടെയും കുടുംബം കലക്കിയിട്ട്. ഓക്കെ തുടങ്ങിക്കോ. സൂപ്പർ. ഇതേതാണിത്? കൊട. ഇതാണ് കൊട. ദൈവമേ, ഇത് കണ്ടോ നീ? ഇതാണ് ഈ വെറൈറ്റി. ഇരിങ്ങാലക്കുട. ഓക്കെ ചേട്ടാ. 12 മണി സിനിമയും കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഗുണ്ടുണ്ടാക്കിയിട്ടുണ്ട്, അത് വേണം വിട്ടു. ഓക്കെ വിട്ടോ. ഇതേതാണ് ഈ വെറൈറ്റി? ഷക്കീല ഗുണ്ട്. വിട്ടോ.
ഇതെന്തേട്ട 2 പ്രാവശ്യം മലക്കം പറഞ്ഞു പോയി പൊട്ടിയത്? മറിയ കുണ്ട്. ഓ മറിയാകുണ്ട്. ദൈവമേ, തുടങ്ങിക്കോ. ഇതേതായിട്ട് ഈ വെറൈറ്റി? ലീഡർ കൊണ്ട്. ദൈവമേ, ലീഡർ കൊണ്ട്. എന്റെ വെറൈറ്റി കണ്ടോ നീ? തുടങ്ങിക്കോ. വളരെ ഇതെന്തേട്ട ഈ വെറൈറ്റി? അച്ചുമാമ കൊണ്ട്. ദൈവമേ. കപ്പ് ഐസ്ക്രീം, കോല ഐസ്ക്രീം, കപ്പ് ഐസ്ക്രീം, കോല ഐസ്ക്രീം. ഇതെന്തേട്ട ഈ വെറൈറ്റി? മലപ്പുറം കുറ്റിപ്പുറം കൊണ്ട്. ഓ മലപ്പുറം കൊണ്ട്. മലപ്പുറം. ഇവിടെ നോക്കണേ എന്റെ വെറൈറ്റി കണ്ടോ? ഓക്കെ തുടങ്ങിക്കോ. പാറപ്പുറം. ദൈവമേ, 6 ഗുണ്ട് വിട്ട്. ഇത് മാത്രം തേട്ട ചീറ്റി പോയത്? ഇതങ്ങനെ എത്ര കത്തിച്ച് വിട്ടാലും ഒന്നും മിണ്ടിയാലും ഒരു ഒച്ച ഉണ്ടാക്കൂല. അത് ശരി. ഇതിന്റെ പേരെന്താണ്? അന്തപ്പം കൊണ്ട്. പൈശാചികവും മൃഗീയവുമായി കൊണ്ട് അല്ലേ? അത് തന്നെ. അപ്പൊ ഏതായാലും നിങ്ങൾ രണ്ടുപേരും ശത്രുതയോടെ ഇങ്ങനെ പരസ്പരം തമ്മിലടിച്ച് കഴിയേണ്ട ആൾക്കാരല്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കാണികൾക്ക് വേണ്ടി ഗംഭീര വെടിക്കെട്ട് മഹാമഹം എന്നാണ് ഞങ്ങൾ കാഴ്ചവെക്കാം. എന്റെ പട്ടി നിൽക്കും കൂടെ. ഞാനില്ല. എന്റെ പൊന്നിയേട്ട, ശരിയാവൂല അത്. നിങ്ങൾ മത്സരിക്കേണ്ട വേദി അല്ലേ? ഏയ്, അത് ശരിയാവില്ല. എന്റെ കൈ കൊണ്ടുവന്നേ. എന്നെ കൂടെ ചേട്ടനെ നടക്കില്ല. ശരിയാവില്ല. കൈക്കാഞ്ഞ് മാത്രം കൊടുക്കൂല. ഒരിക്കൽ ഞങ്ങൾ ഷെയ്ക്കാഞ്ഞ് കൊടുത്തിട്ടുള്ള കളി വേണ്ട. ഷെയ്ക്കാഞ്ഞ് വേണ്ട. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം വരെ കീഴടക്കാം. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഗംഭീര വെടിക്കെട്ട് മഹാമഹത്തിന് അങ്ങോട്ട് തിരികെ കൊടുത്ത് തുടങ്ങിക്കോ. സ്റ്റാർട്ട് ചെയ്തോ. ചേട്ടോ, എല്ലാ തെറ്റും എന്റെ മുഖത്താണ്. ചേട്ടനോട് സെന്റിമെന്റ്സിനുള്ള സ്ഥാനമില്ല. നേരെ വെടിക്കെട്ട് ആരംഭിക്കാൻ തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്തു. ഒരു തവണ നീ ഗുണ്ടന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് ചക്രം കത്തിച്ചു വിട്ടിട്ടല്ലേ? സെന്റിമെന്റ്സ് കാണിക്കാതെ നിങ്ങൾ വെടിക്കെട്ട് മഹാമഹം തുടങ്ങ്. പൊട്ടിക്കാം. തുടങ്ങ്. നിങ്ങളോട് തമ്മിലാണ് പറഞ്ഞത്. വെടിക്കെട്ട് നടത്താനാണ് പറഞ്ഞത്. ഞങ്ങൾ അടികൂടി കൂടിയതല്ല. പിന്നെ ഇതാണ് നിയമസഭാ കൊണ്ട്. നിയമസഭാ കൊണ്ട്. അപ്പൊ ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ പോരാടാതെ ഒരു അടിപൊളി വെടിക്കെട്ട് മഹാമഹം അവസാന ഇനം കാണിച്ചിട്ട് നമ്മുടെ വെടിക്കെട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം. ലാസ്റ്റ് തുടങ്ങിക്കോ. അടിപൊളി. എന്തായിട്ട് ഈ കുണ്ടിന്റെ പേര്? ഡബിൾ ഗർഭം കളിക്കും. ഡബിൾ ഗർഭം കളിക്ക്. ഇങ്ങനെയുള്ള ഈ ആഴ്ച ഒഴിവില്ലേ? എക്സ്ക്യൂസ് മീ, നിങ്ങളാണ് ഇപ്പൊ ഒരു സാധനം കത്തിച്ചു? അയ്യോ, ഞാനല്ല. അത് ഇവരാ. നിങ്ങളാ? എന്താ പ്രൊഡക്റ്റിന്റെ പേര്? ഡബിൾ ഗർഭം കലക്കി. ഗർഭം കളിക്ക. അത് ഗർഭമല്ലടാ കലക്കിയത്, പിന്നെ എന്റെ മുതുകാണ് കലക്കിയത്. ഓരോ ഉത്സവത്തിനും വന്നോളൂ. ദൈവമേ, ഇങ്ങനെയുള്ള ഓരോ പടഭണ്ഡാരങ്ങള്. അയ്യോ ജോസ്, ഇതാരാണിത്? ഞാനാണ് ബാബുവാടാ. ഏത് ബാബു? തെക്കേപ്പുറത്ത് ബാബു. അയ്യോ, ബാബുവാണോ? ഇതെന്താണ് ആകെ മൊത്തം കത്തിക്കരിഞ്ഞ് കോലമായല്ലേ ഇത്? എടാ വിഷു അല്ലേ? അതെ, വിഷു ആണ്. അപ്പൊ ഒരു ചെറിയ പൈൻ്റൊക്കെ അടിക്കാന്ന് ഓർത്ത് ഞാൻ വീട്ടിൽ മേടിച്ചോണ്ട് പോയിട്ട് പൈൻ്റൊക്കെ അടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. അതെ. അപ്പൊ ഒരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി. അപ്പൊ ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് തീ കൊളുത്തിയത് ഓർമ്മയുണ്ട്. പൊട്ടായിരുന്നു. അതെങ്ങനെയാണ് സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് തീ കൊളുത്തുമ്പോഴത്തേക്കും പൊട്ടണത്? സിഗരറ്റാന്ന് പറഞ്ഞ് വായിലെടുത്ത് വെച്ച് എന്താ എന്തെന്നാ? ഈർക്കിൽ പണക്കടാ, ഈർക്കിൽ പണക്കം. ദൈവമേ, ഈർക്കിൽ പടക്കം വരുന്ന. എന്നിട്ട് എന്താ മൊത്തം കത്തിക്കരിഞ്ഞ് നാശനഷ്ടമായിട്ടിരിക്കുന്നത്? എടാ, അപ്പത്തേക്കും കറണ്ട് പോയി ഇരുട്ടായല്ലോ. അതെ. അപ്പൊ വിളക്ക് കത്തിക്കാന്ന് ഓർത്ത് വിളക്ക് കത്തിച്ചതാടാ. പെര നിന്നങ്ങട് കത്തി. അതെങ്ങനെയാണ് വിളക്ക് കത്തിക്കുമ്പോ പെര മൊത്തം നിന്ന് കത്തണത്? എടാ, വിളക്കെന്ന് പറഞ്ഞു കൊരോപ്പൂല്ലേ, മേശപ്പൂ. അയ്യോ, അതല്ലേ കത്തിച്ചത്. കത്തിച്ചെടുക്കണ മൊത്തം. അയ്യോ, എന്നിട്ട് ഭാര്യയും മക്കളും പിള്ളേരൊക്കെ പൊള്ളി ആശുപത്രി കിടക്കുക. എന്നിട്ട് എന്താണ് നീ ചിരിച്ചോണ്ടിരിക്കണത്? ചിരിച്ചോണ്ടിരിക്കണ പടക്കം പെട്ടിപ്പോ ചുണ്ട് തെറിച്ചു പോയതല്ലേ. അയ്യോ, നീ പെട്ടെന്ന് നിന്റെ അങ്ങോട്ട് ചെല്ല്, ആശുപത്രിയിലേക്ക് ചെല്ല്. എടാ, നീ വീട്ടിൽ പോയി വെള്ളം അടിച്ച് ഇങ്ങനെ വെടിക്കെട്ട് നടത്തി നിന്റെ ഭാര്യയും മക്കളും ആശുപത്രിയിലായിരുന്നു. ഞാൻ എന്തിനാ അങ്ങോട്ട് പോണത്? അതിന് ഞാൻ എന്റെ വീട്ടിലിരുന്നല്ല വെള്ളം അടിച്ചത്. ഞാൻ നിന്റെ വീട്ടിലിരുന്ന വെള്ളം അടിച്ചത്. നിന്റെ പെണ്ണും പിള്ളേ മക്കളും ആശുപത്രി. നേരം വെളുത്തിട്ട് ഒരു കാലപടയും കാണാനില്ല. ആർക്കെട്ടെങ്കിലും 2 കൊടുക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പൈസ കിട്ടണം. ചേട്ടോ, നമസ്കാരം. ആരെ മനസ്സിലായില്ല? ഞാന് ദേശീയനെറ്റിലെ തമ്മിൽ തല്ല് പരിപാടിന്ന് വരുവാ. ആരെന്നെ തല്ലുന്ന? അയ്യോ, ചേട്ടനെ തല്ലൂന്നല്ല. പിന്നെ ഞാനൊന്ന് ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ. നീ ചെയ്യടാ. നീ ചെയ്തു നോക്ക്. നീ അയ്യോ, ഞാൻ പറഞ്ഞത് അഭിമുഖ സംഭാഷണം. ഓ, അങ്ങനെയായിരുന്ന ചോദിച്ചു. അതൊക്കെ പോട്ടെ. ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞ? എന്റെ പേരാ സാഗർ ഏലിയാസ് ദാസൻ. സാഗർ ഏലിയാസ് ദാസൻ. ചേട്ടന്റെ പേര് കെ ദാസൻ എന്നല്ലേ ചേട്ടാ? ആ കെ ദാസന്റെ ആയിരുന്നു. കെ ദാസൻ എന്നൊക്കെ വല്ല പഞ്ചായത്ത് മെമ്പർമാർക്കും ഇടാ പേര്. ആ പേര് കേട്ടാ പേടിക്കൂല. അതുകൊണ്ട് ഞാൻ പേര് മാറ്റി. ഓ, അപ്പൊ സാഗർ ഏലിയാസ് ദാസൻ. ചേട്ടൻ ഈ നാട്ടിലൊരു വലിയ ദാതയാണ് എന്നാണ് നാട്ടുകാർ പറയണത്. അത് ശരി. മെയിൻ ആയിട്ട് കൊട്ടേഷൻ ആണ് പരിപാടി. കൊട്ടേഷൻ അല്ല ചേട്ടാ, എന്താ ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല? കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക്. എടാ, ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാ ഞാനും എന്റെ 5-6 പിള്ളേരും കൂടി ആരെങ്കിലും സ്കെച്ച് ഇടും.
സ്കെച്ച് ഇടുകയെ അതറിയാൻ പാടില്ല. ഇല്ല. എടാ സ്കെച്ച് ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി ഒരു പാക്കറ്റ് സ്കെച്ച് പെൻ മേടിക്കും. എന്നിട്ട് തല്ലാൻ പോണവന്റെ വീടിന്റെ വാതിലുള്ള വേലി, അവിടെ പൂക്കള്, പിന്നെ ഉദയസൂര്യനൊക്കെ വരച്ചു വെക്കും. അത് ശരി. എന്നിട്ട് നമ്മൾ തല്ലാനായിട്ട് അവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് അവിടെ കിടന്ന് മുട്ടൻ അടിയാണ്. അടിച്ച് താഴ്ത്തിടും. അത് ചേട്ടൻ അവനെ അടിച്ച് താഴ്ത്തിടും? ഞാനല്ല, അവരെല്ലാരും കൂടി എന്നെ അടിച്ച് താഴ്ത്തിടും. അങ്ങനെ. അപ്പൊ എന്റെ പിള്ളേരൊക്കെ കൂടി എന്നെ ഒരു വാരിക്കോട്ടെ ചുമന്നോട്ട് ഇങ്ങനെ ഓഹോയ് 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 എന്ന് ആശുപത്രി കൊണ്ടുപോകും. അതാണ് കൊട്ടേഷൻ. അതാണ് കൊട്ടേഷൻ. ചില സമയത്ത് കയറിൽ കെട്ടി വലിച്ചോണ്ടാ പോണത്. കയറേഷൻ എന്ന് പറയും. അത് കയറേഷൻ. ചിലപ്പോ കട്ടിലയിൽ കെട്ടി വലിച്ചോണ്ട് പോകും. ഓഹോ. അപ്പൊ അതിന് കട്ടിലേഷൻ എന്ന് പറയും. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. അപ്പൊ ചേട്ടൻ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൊട്ടേഷൻ ഫാമിലിയാണോ? ഒരിക്കലും ഇല്ല. പാരമ്പര്യമായിട്ട് എന്ന് പറയുന്നത് എന്റെ അച്ഛൻ എന്ന് പറയുന്ന നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്. അച്ഛൻ കണ്ണിലുണ്ണിയായിരുന്നു? കണ്ണിലുണ്ണിയാണ്. നാട്ടുകാർക്കൊക്കെ എന്റെ അച്ഛന്റെ പേര് പറയുമ്പോ ഇങ്ങനെ രോമ എഴുന്നേച്ച് വെക്കും. ഓ, അത്രയ്ക്ക് ബഹുമാനം. അത്രയ്ക്ക് ബഹുമാനോ. ഈ അടുത്ത വരുന്ന ഇലക്ഷൻ എന്നെ നിർത്താൻ പോകും അച്ഛന്. അത് ശരി. ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്യണ്? അച്ഛനിപ്പോ കിടപ്പില്ല. എന്ത് പറ്റി? നാട്ടുകാർ തല്ലി കാലോടിച്ചിട്ടേക്ക്. അത് ശരി. അപ്പൊ ചേട്ടാ അമ്മയോ? അമ്മേ? എടാ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെന്റെ ദൈവമാണ്. ഓ, അത് ശരി. അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭക്തി ബഹുമാനം എല്ലാം വരും. ഞാനപ്പോ മുണ്ട് ഇങ്ങനെ അഴിച്ചിട്ട് നിൽക്കും എന്റെ അമ്മയുടെ മുമ്പിൽ. അത്രയ്ക്ക് ബഹുമാനമാണോ? അത്രയ്ക്ക് ബഹുമാനം എനിക്ക്. അത് ശരി. അമ്മ ഇപ്പൊ എന്ത് ചെയ്യണ ചേട്ടാ? അമ്മ കിടപ്പിലാണ്. എന്ത് പറ്റി? എടാ അത് കഴിഞ്ഞ വർഷേ ഒരു ദിവസം ചോറ് തന്നപ്പോ അതിൽ സാമ്പാറിന് ഇച്ചിരി ഉപ്പ് കൂടി പോയെന്ന് പറഞ്ഞ് അമ്മയുടെ നടുവിട്ട് കാലമടക്കാൻ ഒറ്റ അടി അടിച്ചതാ. അന്ന് വീണതാ, പിന്നെ ഇതുവരെ എണീറ്റിട്ടില്ല. അത് ശരി. അപ്പൊ നല്ല ബഹുമാനം. അത്രയ്ക്ക് ബഹുമാനമാണ്. ഇത് ഓൺ വന്നിട്ടാ. ഹലോ എടാ പട്ടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ വിളിക്കരുതെന്ന്. എടാ എന്തെങ്കിലും ആവശ്യമുണ്ട്, ഞാൻ കുടുംബത്തിലല്ലടാ വന്നത്. ബ്ലഡി റാസ്കൽ കിടക്കടാ അവിടെ. കട്ടിയടാ ഫോൺ. ആരേട്ടാ? അച്ഛനാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പെണ്ണ് വിഷയത്തിൽ നമ്മൾ ഇടപെടില്ല. പെണ്ണ് വിഷയത്തിൽ ഇടപെടില്ല. അങ്ങനെ ചീത്ത പേരില്ല. ഇല്ല. നമ്മൾ ദാതമാരെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ല. സ്ത്രീ വിഷയം നമുക്ക് ഇഷ്ടമല്ല. ഇല്ല. അത് ശരി. ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താണ്? എത്രാമത്തെയാണ്? അല്ല എത്ര? ഒന്നാമത്തെ ആണെങ്കിൽ വിനോദിനി, മറ്റത് സരസു, പിന്നെ കുമ്പളങ്കാരത്തി വരുത്തിണ്ട്, അവള് ചത്തുപോയി തോന്നണം. ഇപ്പൊ ഉള്ളത് സരസു. സരസു. സരസു എന്ത് പണിയായിട്ടേ കാണിക്കണത്? സ്വന്തം ഭാര്യനെ എടുത്ത് മർദ്ദിക്കാവോ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ ചേട്ടാ? എടാ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു സ്റ്റൈൽ ഇതാ. രീതി ഇതാ. വെള്ളം അടിച്ചു കഴിയുമ്പോ ചേട്ടന്റെ രീതി ഇതാണ്. അതാണ്. അതൊക്കെ പോട്ടെ, ചേട്ടന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളെ ഞാൻ മാറ്റി നിർത്തിയേക്കാണ്. കാരണം എന്റെ ഈ ചോരപ്പാടുകളിലൂടെ മക്കൾ നടക്കാൻ പാടില്ല. അതുകൊണ്ട് മക്കളെ ഞാൻ ദൂരെ മാറ്റി പഠിപ്പിക്കും, എന്റെ മുഖം പോലും കാണാതെ. അതൊരു നല്ല സ്വഭാവം. മാറ്റി പഠിപ്പിക്കും. ഇപ്പൊ മക്കൾ ഇവിടെ ബോർഡിംഗിലാണോ? ബോർഡിംഗിലൊന്നും അല്ല. പിന്നെ ഗവൺമെന്റിന്റെ തന്നെ ഒരു സ്ഥാപനം. ഏത് സ്ഥാപനം? ദുർഗുണ പരിഹാര പാഠശാല. അവിടെയുണ്ട്. മൂത്തവന് 5ാമത്തെ വയസ്സിൽ കിട്ടിയ അഡ്മിഷൻ. അതെന്ത് പറ്റി? അവൻ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുമുള്ള ചട്ടകത്തിനടിച്ചു. ഓ അങ്ങനെ. ഇളവനെ പെറ്റിട്ട് തന്നെ അതിന്റെ ഉള്ളിലാ. ശരി. അതൊക്കെ പോട്ടെ ചേട്ടാ. ചേട്ടൻ എന്തെങ്കിലും മാനസാന്തരം വന്നിട്ടുണ്ടോ? മാനസാന്തരം? പിന്നെ ഈ ചോരക്കളത്തിലൂടെ നടപ്പ്, വെട്ടും കുത്തും കൊലപാതകവും കൊട്ടേഷനായിട്ട് എനിക്ക് മാനസാന്തരം ഉണ്ടായെന്ന ഒരു 3 വർഷം മുമ്പ് എനിക്ക് മാനസാന്തരം ഉണ്ടായി. മാനസാന്തരം വന്നു. അങ്ങനെ മാനസാന്തരം വന്നിട്ട് ഞാൻ നേരെ ഗഡീസിന്റെ അടുത്ത് ചെന്നു. ഗഡീസാ? അല്ല, പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് തന്നെ. ഓ, പള്ളിയിൽ അച്ഛൻ്റെ അവിടെ ചെന്നിട്ട് ഗഡീസിനോട് പറഞ്ഞു, ഐസേ നമുക്ക് ഇങ്ങനെ പോലെ സീനുണ്ട്, അപ്പൊ എന്തെങ്കിലും പൂതിയാക്കണം പറഞ്ഞ് നമുക്കതൊന്ന് ബ്രിട്ടക്സ് ആക്കി തന്നെ എന്ന് പറഞ്ഞു. കുമ്പസാരിക്കാൻ വേണ്ടി പോയി. അതന്നെ. അത് ശരി. കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ബ്രിട്ടക്സ് ചെയ്ത് പ്രശ്നം അവസാനം പറഞ്ഞു തീർന്നപ്പോഴല്ല ഐസ ചാടി അങ്ങ് എണീറ്റ്. എന്നിട്ട് ചാടി എന്നിട്ട് ലോഹം മടക്കുത്തിട്ട് പറയാം വെച്ച് പൊളിയളിയാന്ന്. പിന്നെ എനിക്ക് മാനസാന്തരം വന്നിട്ടില്ല. ഇല്ല. അപ്പൊ ചേട്ടൻ ഇതുവരെ അങ്ങനെ വേറെ മാനസാന്തരങ്ങളൊന്നും വന്നിട്ടില്ല. അതൊക്കെ പോട്ടെ. ഈ കഴിഞ്ഞിടെ ചേട്ടൻ ആ ചാക്കോ ചേട്ടന്റെ കയ്യും കാലും തല്ലി ഒടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ല? നമ്മുടെ ഇപ്പഴത്തെ ചാക്കോ ചേട്ടന്റെ കൈ വെട്ടിക്കളയത്. എന്താണ്? അവൻ എന്റെ പെണ്ണുമ്പിള്ളേനോട് അസഭ്യം പറഞ്ഞു. പെണ്ണുമ്പിള്ളയുടെ അസഭ്യം പറഞ്ഞു? എന്റെ ഭാര്യയുടെ അടുത്ത് അസഭ്യം പറഞ്ഞു കൈ വെട്ടിക്കളഞ്ഞു. അത് വേണം. പെണ്ണുങ്ങളുടെ അടുത്ത് അസഭ്യം പറയുക, അശ്ലീലം പറയുകയൊക്കെ ചെയ്ത് അത്ര മാത്രമേ ചെയ്തുള്ളൂ. ഓക്കെ. എന്താ പറഞ്ഞെന്താണ്? അവൻ എന്റെ പെണ്ണുമ്പിള്ളേനെ കണ്ടോ പറയണ, എടാ എടി നിന്റെ ഭർത്താവിന് പണിയൊന്നും ഇല്ല, അവന് ഞാൻ എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാം. അസഭ്യമല്ലേ പറഞ്ഞത്? അതിനാണ് ഞാൻ കൈവിട്ടിക്കണം. നമ്മളെ കൊണ്ട് പണിയെടുത്ത് തിന്നാൻ പറ്റുമോ? അങ്ങനെ. അപ്പൊ ചേട്ടാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ചേട്ടന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ട്? അനുഭവങ്ങൾ മറക്കാൻ പറ്റാത്ത. അതായത് ഞാൻ സൗത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഒരു ഗഡീസ് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, ഐസ് സമയം എന്തായിരുന്നു? ചേട്ടന്റെ അടുത്ത്? എന്റെ അടുത്ത്. അവൻ ആളറിയില്ല, ദാതയാണെന്നുള്ള അറിയാൻ മേലല്ല. ചേട്ടന്റെ അടുത്ത് വന്നിട്ട് സമയം എന്തായിരുന്നു? സമയം എന്തായിരുന്നു ചോദിച്ചു. അവൻ മേടിക്കും. നമ്മൾ വഴക്കിനും വക്കാണത്തിനും ഒന്നും നിന്നില്ല, അങ്ങോട്ട് മാറി. നമ്മുടെ മര്യാദ. അവൻ ആളറിയില്ല. പിള്ളേര് പോട്ടെ. അപ്പൊ അവൻ വീണ്ടും വന്നേക്കണ്, സമയം എന്തായിരുന്നു? പിന്നെയും വന്ന്. അവന് കൊടുക്കണ്ടേ? അവന്റെ നാശത്തിനാണ്. അവിടെ ഞാൻ സംയമനം പാലിച്ചു. ഞാൻ അങ്ങനെ മാറി. പിന്നെ നമ്മുടെ മര്യാദ കാണിച്ചു. മൂന്നാമത് അവന്റെ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, ചേട്ടാ സമയം എന്തായിരുന്നു? അതാണ് അവന്റെ അഹങ്കാരം. അപ്പൊ നമ്മുടെ രക്തം അങ്ങ് തിളച്ചിട്ടുണ്ടല്ലോ, കുനിച്ച് നിർത്തിയിട്ട് നല്ല കൂമ്പിനൊക്കെ ഇടിയാൻ കൊടുത്തിട്ടുണ്ടല്ലോ. മൂക്കിൽ നിന്ന് മയനും ചോര വന്ന് അവിടെ വീണ്. ഞാൻ നേരെ വീട്ടിൽ പോയി. വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് അവനൊരു 10-15 പേരായിട്ട് വീട്ടിലേക്ക് വന്നേക്കാണ്. പകരം വീട്ടാൻ കണ്ടപ്പോഴേ എനിക്ക് തോന്നി പണി നടക്കുന്നു. അരമതിൽ ചാടി അങ്ങ് അടിയങ്ങ് തുടങ്ങി. ഒരിഞ്ഞടി. എന്നിട്ട് അടിച്ചങ്ങ് മുറുക്കി നിൽക്കണം അടി അങ്ങോട്ട്. ശരി. ചേട്ടൻ അവരെ ശരിക്കും അങ്ങോട്ട് ഇടിച്ച്? അല്ല, ഞാനല്ല, അവരെല്ലാരും കൂടി എന്നെ അടിച്ച്. അവരെല്ലാരും കൂടി ചേട്ടനെ ഇടിച്ച്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ 10-15 പേര് നിന്ന് അടിച്ചിട്ടുണ്ടല്ല, നിന്നിടത്ത് ഞാൻ അനങ്ങിയില്ല. ധൈര്യം കൊണ്ടല്ല, പിന്നെ മതലെ ചാരി നിർത്തി ഇടിച്ച് അനങ്ങാൻ പറ്റുമോ? അങ്ങനെ
അങ്ങനെയാണ്. അപ്പൊ വീട്ടിൽ കൊണ്ട് ചോര കുളിച്ചാൽ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ രക്തം തിളച്ചേക്കാണ് നമുക്ക് ദേഷ്യം. അപ്പൊ അതിൽ ഒരുത്തൻ ഒറ്റക്ക് എന്റെ അടുത്തോട്ട് ഇങ്ങ് നടന്നു വന്നു. ഒറ്റക്ക് ഇങ്ങ് വന്നു. അവനെന്ന് മേടിക്കും. അവൻ എന്റെ മുഖത്തോക്കി ചോദിക്കാണ്, നാണാവൂലേട്ടാ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ പിടിച്ച് തല്ലായിരുന്നു. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ എടുത്തു വെച്ച് തല്ലിയതല്ലേ? പിന്നെ 10ൽ പഠിക്കുന്ന പിള്ളേരെ തല്ലി അവരെന്നെ തല്ലൂലേ? സർസു എന്ത് പണിയായിട്ടാ കാണിച്ചത്? സ്വന്തം ഭാര്യനെ ആരെങ്കിലും എത്ര വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എടുത്ത് മർദ്ദിക്കോ? എടാ വെള്ളം കുടിച്ച എന്റെ ഒരു സ്റ്റൈൽ ഇതാണ്, എന്റെ രീതി ഇതാ. വെള്ളം അടിച്ച് കഴിയുമ്പോൾ സ്റ്റൈൽ ഇതാണ്. അത് തന്നെ. അതൊക്കെ പോട്ടെ ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ അയലത്തെ വീട്ടിൽ കല്യാണമൊക്കെ നടന്നാൽ നമ്മൾ പോയി സഹായിക്കും. ഉണ്ടാന്നാ? എടാ അയലോകത്ത് കല്യാണം വന്നാൽ ഞാൻ ചീറിപ്പാഞ്ഞ് നടന്ന് സഹായിക്കില്ലേ? അത് ശരി. തലേ ദിവസം രാത്രി ഞാൻ അവിടെ ചെല്ലും, എന്നിട്ട് സ്ക്വാഷ് കലക്കും. പിറ്റേ ദിവസം കല്യാണം കലക്കും. അതാണ് നമ്മുടെ രീതി. അത് ശരി. അപ്പൊ തല്ലൊരുപാട് കൊണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. കെ ദാസ് ഇതുവരെ തല്ലുകൊണ്ടിട്ടില്ല. ഇതുവരെ. അപ്പൊ ഇന്നലെ എളമക്കരയിൽ വെച്ചിട്ട് ആരാണ്ട് പിടിച്ച് ഇടിച്ച് കൂമ്പ് പാട്ടി. അങ്ങനെ ഒന്ന് അല്ലാതെ ഞാൻ തല്ലുകൊണ്ടിട്ടില്ല. കച്ചേരിപ്പടിയിൽ വെച്ചിട്ട് അങ്ങനെ രണ്ട് അല്ലാതെ ഇതുവരെ ഞാൻ തല്ലുകൊണ്ടിട്ടില്ല. പിന്നെ ചമ്പക്കര മാർക്കറ്റിൽ കിടന്നൊരു ചെറിയ വെട്ടും കുത്തും. അത് 3. അങ്ങനെ 3. പിന്നെ ഇതുവരെ നമ്മൾ തല്ലുകൊണ്ടിട്ടില്ല. ഇല്ല. പിന്നെ എടപ്പള്ളി ടോളിന്റെ അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇടികൊണ്ടതാ. അയ്യോ, അത് തന്നെ പട്ടി കടിച്ചതാണ്. പട്ടിക്ക് പോലും വേണ്ട. പട്ടി കടിച്ചതാണ്. അത് ശരി. പിന്നെ ഇപ്പുറത്തെ മാർക്കറ്റിൽ കിടന്ന എന്തോ പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞിട്ട് അത് ഓട്ടോറിക്ഷ ഇടിച്ചല്ലേ? അത് തർക്കിക്കണ്ട. 550 ഇടി കൊണ്ട് 550 ഉറപ്പിച്ച് ഞാൻ കൊണ്ട് ഇടിയല്ലേ? കുഴപ്പമില്ല. ഓക്കെ. നീ ചോദിക്കും. പിന്നെ ചേട്ടാ, ഇപ്പൊ നമ്മള് ചേട്ടൻ ഇതിനു മുമ്പ് ചേട്ടാ സ്വന്തം ഭാര്യനെ എടുത്ത് ഇങ്ങനെ മർദ്ദിക്കണം ശരിയല്ല. ഞാൻ കാര്യമുള്ള പറഞ്ഞേക്കാം. എന്റെ സ്റ്റൈൽ ഇതായി പോയില്ലേ? വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ സ്റ്റൈൽ ഇതാണ്. ഓക്കെ ആയിക്കോട്ടെ. അതൊക്കെ പോട്ടെ. ചേട്ടൻ ആരെങ്കിലും ഒതുക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്? ഒതുക്കിയിട്ടുണ്ടെന്നാ? ചമ്പക്കര ബ്രൂണോനെ ഞാനല്ലേ ഒതുക്കിയത്. അത് ശരി. എടാ അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ മുറ്റ് ഭയങ്കര സീനാണ്. അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവസാനം മലത്തി കളഞ്ഞ് ഈച്ചാർത്ത് കിടന്ന്. അത് ശരി. ചമ്പക്കര ബ്രൂണോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ കൊലയാളിയാണ്? കൊലയാളിയല്ല, പട്ടിയാണ്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിൽ കയറാൻ പറ്റില്ല, ഭയങ്കര ശല്യോട് കൊന്നിയാൻ വിഷം കൊടുത്ത്. അത് ശരി. കണ്ട പട്ടീനെയും പൂച്ചനെയൊക്കെ കൊന്നിട്ടാണ് നിൽക്കണത്. ശരിയാ. അതൊക്കെ പോട്ടെ ചേട്ടാ. പിന്നെ ചേട്ടൻ ഈ ദിനചര്യകളൊക്കെ എങ്ങനെയാണ്? ദിനചര്യം അത് ഭയങ്കര കൃത്യനിഷ്ഠത. അതെന്താണ്? രാവിലെ എണീറ്റ് കഴിഞ്ഞാ ഞാനിങ്ങനെ പിച്ച് നോക്കും. അതെന്തിനാ? ജീവൻ ഉണ്ടാന്ന് അറിയണ്ടേ നമുക്ക്? പണി ഇതാണല്ലോ. പിച്ച് നോക്കും. അതിനുശേഷം എഴുന്നേച്ചിട്ട് 2 കുച്ചി പുട്ടും 4 ഏത്തപ്പഴം ഒരു 12 മുട്ടയും കഴിക്കും. അത് ശരി. അപ്പൊ പല്ലൊന്നും തേക്കില്ലേ? എന്റെ മോണക്ക് കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് പല്ലിയേക്കാൻ പാടില്ല. അതിനുശേഷം നല്ല സെറ്റപ്പില് ഡ്രസ്സൊക്കെ ചെയ്ത് കൊട്ടേഷന് പോയി നമ്മള്. അയ്യോ, അപ്പൊ കുളിയൊന്നും ഇല്ലേ? എടാ എനിക്ക് വെള്ളം പേടിയാടാ. അത് ശരി. ചുമ്മാതല്ലേ ഇവിടെ ഒരു വാസന. അതന്നെ. എന്റെ പൊന്നിയേട്ടാ, ഇങ്ങനെ ഭാര്യമാരെ മർദ്ദിക്കണത് ശരിയല്ലട്ടാ. എടാ എന്റെ സ്റ്റൈൽ ഇതല്ലേ? എന്റെ രീതി ഇതായി പോയി. ആയിക്കോട്ടെ. എന്റെ പൊന്നിയേട്ടാ, എന്ത് തോന്നിയ ദിവസം കാണിക്കണത്? എന്താണ് ഇങ്ങനെ മദ്യപിച്ചൊക്കെ നടക്കാൻ പാടണ്ട? എന്താ കാര്യം? എന്താണ് ചേട്ടൻ ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ടിവിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ അല്ലേ, അതിന് വേണ്ടിട്ട് ഇങ്ങനെ മദ്യപിച്ചിരിക്കണം? മഹം ബോറാണ്ടതൊക്കെ. എന്ത് ബോറാണെന്നാണ് പറഞ്ഞത്? എന്ത് ബോറ? ഇങ്ങനെ മദ്യപിച്ച് ചേട്ടൻ ഇങ്ങനെ അടിച്ച് സൂചിച്ചൊക്കെ നടക്കാനല്ലേ? നീ കുടിക്കുവോ? എടാ സുഖിച്ചാന്ന് മാത്രം പറയരുത് കുടിക്കണത്. എന്തെന്ന്? കുടിക്കണം സുഖിച്ചാന്ന് മാത്രം പറയരുത്. അടിച്ച് സൂചിച്ച് നടക്കാനല്ലേ ചേട്ടൻ ഇങ്ങനെ ജീവിതം അടിച്ച് സുഖിച്ച്? നീ ഇച്ചിരി അടിച്ചേ? ഞാൻ കഴിക്കാറില്ല. നീ ഇച്ചിരി അടിച്ചടാ. നമ്മൾ കഴിക്കൂല. ഒരു കവള അടിക്കുന്ന നമ്മളങ്ങനെ ഒരു കവള അടിക്കടാ. നമ്മുടെ ഡ്യൂട്ടി ഇടയ്ക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അടിക്കടാ ഒരു കവള്. നമ്മള് അങ്ങനെ അടി, ഒരു കവള അടി കാണട്ടെ. തൊണ്ട കാറിപ്പോലെ. ആ തൊണ്ട കാറിപ്പോളൂ. അപ്പൊ നീ എന്നാ പറഞ്ഞാ സുഖിച്ചാ കുടിക്കണെന്ന്? ഇതിന്റെ ഒരു കവള് കുടിച്ചപ്പോ നിന്റെ തൊണ്ട കാറിപ്പോയി. ഇത് ഡെയിലി 3 കുപ്പി കുടിക്കണ എന്റെ എവിടെയൊക്കെ കാറിപ്പോണെന്ന് എനിക്കറിയാമോ? അതുകൊണ്ട് സുഖിച്ചെന്ന് മാത്രം പറയരുത് കുടിക്കണത്. മനസ്സിലായ? അത് ശരി. ചെറുത്തും കൂടെ അടിക്കണം. എനിക്ക് വേണ്ട ചേട്ടാ. ചെറുത്തും കൂടെ അടിയടാ. നാട്ടുകാർക്ക് ടി വി ഒക്കെ നീ അടിയടാ. ക്യാമറ ഒക്കെ അവിടെ ഇരിക്കട്ടെ. നീ അടി. ഇപ്പൊ ഇങ്ങനെ നീ ആവശ്യത്തിന് അടി. അങ്ങനെയല്ല. എടാ അടിയടാ, ആവശ്യത്തിന് അടി. അടിയോ മുതുക്കരി. ഇപ്പൊ എങ്ങനെയാ സരസു? എന്താണ് ഇത്? വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ശീലം ഇതാണ്. ഇദ്ദേഹമാണ് ഈ കൊട്ടാരത്തിലെ ഭടൻ. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുതരം കൊട്ടാരം ജീവിയാണ് ഇദ്ദേഹം. തലയിൽ വാടക കിരീടവും വെച്ച് കയ്യിലാണ് പ്ലാസ്റ്റിക് കുന്തവും പിടിച്ച് എൻ പേര് പഠനപ്പ 180 ശമ്പളമപ്പ എല്ലാരും എന്നെ കണ്ട കാലെ കൂടെ മുള്ളണമപ്പ പഠനപ്പ പഠനപ്പ പഠനപ്പ
മെനകെട്ട പണിയപ്പ പണിക്കിപ്പ മടിയപ്പ ജോലിനൊന്നു മാറിക്കിട്ട നേരത്തെ നടന്നു മടുത്തപ്പ പാടനപ്പ നാട്ടിൽ ഞാനൊരു പുലിയാണപ്പാ, പക്ഷെ വീട്ടിൽ ചെന്ന എലിയാണപ്പാ. എന്റെ പേര് നാണപ്പാ, നാണമൊട്ടുമില്ലപ്പാ, എല്ലാരും എന്നെ കണ്ട നൂറിലോടപ്പാ. പ്രിയമുള്ള പ്രജകളെ, മന്ദബുദ്ധിപുരം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 1,25,000 വോട്ടുകൾക്ക് നമ്മുടെ രാജാവ് ശ്രീ ശശി മഹാരാജൻ വിജയിച്ച വിവരം അറിയിച്ചുകൊള്ളുന്നു. ആയിരങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇന്ന് വൈകിട്ട് അദ്ദേഹത്തെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുന്നതാണ്. ജനങ്ങളുടെ സ്വീകരണങ്ങൾ സ്വന്തം കവിളിലും മുതുകിലും ഏറ്റുവാങ്ങി നിങ്ങളെ നേരിട്ട് കാണുവാൻ അദ്ദേഹം ഇതാ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുന്നേ. ഇതാണ് ഈ രാജ്യത്തെ മഹാരാജാവ്. അടൻസൊള്ളി പടത്തിന്റെ ആരാധകനായ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാണ്. പഞ്ചായത്തിനെ പട്ടിണിയാക്കിയ രാജാവു ഞാൻ, ഈ പഞ്ചാരക്കുന്നിനെ പഞ്ചാബാക്കിയ രാജാവു ഞാൻ. പണ്ടാരാണ്ടിവിടെ ഭരിച്ചു മുടിച്ച കൊട്ടാരമാ, പണ്ടാരടങ്ങാൻ ഇപ്പൊ ഭരിക്കണ രാജാവു ഞാൻ. പെണ്ണ് 4 കിട്ടി, അതിൽ8 കുട്ടി കിട്ടി, അത് കണ്ടു പ്രജകൾ ഞെട്ടി. ഇവൻ അറിവനോ ഏതവനോ എങ്ങനെയോ. അങ്ങനെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നാം വിജയിച്ചിരിക്കുന്നു. അങ്ങ് വിജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എങ്ങനെ? അങ്ങ് തന്നെ അങ്ങേക്ക് വേണ്ടി സ്വന്തമായി 7,500 വോട്ടല്ലേ പെട്ടിയിലേക്ക് ഇട്ടത്. അത് മാത്രമല്ല, സ്ഥാനാർത്ഥി തോറ്റത് കൊണ്ട് മാത്രമാണ് അങ്ങ് വിജയിച്ചത്. ഓഹോ, പിന്നെ ഇന്നലെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. തേങ്ങയാ രാജൻ. തേങ്ങയാ രാജനോ? അപ്പോൾ ഞാനാരാ, മാങ്ങയോ? ആട്ടിടം വിടാ. കൊട്ടാരത്തിന്റെ മുകളിൽ ഉണക്കാനിട്ടിരുന്ന കുരുമുളക് പറക്കിയോ? പെറുക്കി തമ്പുരാനെ. പെറുക്കി തമ്പുരാനോ? പെറുക്കി തമ്പുരാനെ. കാപറക്കി തമ്പുരാനോ? അയ്യോ, കുരുമുളക് പെറുക്കി തമ്പുരാനെ. കുരുമുളക് പറക്കി തമ്പുരാനോ? മഹാരാജാവാണെന്നൊന്നും ഞാൻ നോക്കൂല, കാലവാരി നിലത്തടിക്കാൻ. ഈ സോമന്റെ സ്വഭാവം അങ്ങേക്ക് അറിയില്ല. അറിയാമെടാ, അറിയാം. എടാ സോമാ നീ ഒന്നാം നമ്പർ, അടികൊണ്ട് ചുരുണ്ടു വീഴാൻ ഒന്നാം നമ്പർ. സോമാ നീ ഒന്നാം നമ്പർ, ഇടികൊണ്ടു നീരിറങ്ങാൻ ഒന്നാം നമ്പർ. അങ്ങെങ്കിലും പറഞ്ഞല്ലോ ഞാൻ 1-ാം നമ്പർ ആണെന്ന്. ബാക്കിയുള്ളവരൊക്കെ പറയുന്നതേ ഞാൻ 9-ാന്നാ. എന്താടോ? നാളെ മുതൽ കൊട്ടാരത്തിലെ തോഴിമാർ കുളിക്കുമ്പോൾ അവരുടെ കുളിമുറിയുടെ വാതിൽ തുറന്നിടാൻ പറയണം. അതെന്തിനാ മഹാരാജൻ? പിന്നെ നാം ഒളിഞ്ഞു നോക്കി എന്നാരും പരാതി പറയില്ലല്ലോ. തുറന്നിട്ടാൽ നമുക്ക് നേരെ നോക്കാം. ചില സമയത്ത് ഈ മഹാരാജന്റെ പിള്ളാരുടെ സ്വഭാവ. അതെ, ചില തെണ്ടി പിള്ളാരുടെ. മഹാരാജൻ, ഇന്നലെ ആ ദുർനടത്തിപ്പുകാരി ശാന്തയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. അവളുടെ രഹസ്യക്കാരനെ കയ്യോടെ പൊക്കുകയും ചെയ്തു. ഈശ്വര, റെയ്ഡ് മെനഞ്ഞാന്നാവാതിരുന്നത് ഭാഗ്യം. അതെന്താ? മെനഞ്ഞാനായിരുന്നെങ്കിൽ പോലീസ് എന്നെ പൊക്കിയനെ. നമുക്ക് നായാട്ടിന് പോകാൻ സമയമായി. നമ്മുടെ പല്ലക്കെടുക്കൂ. അയ്യോ, താരത്തിലാണോ നമ്മളെ തല്ലിയത്? അല്ല മഹാരാജൻ, പല്ലെടുക്കാൻ പറഞ്ഞു. പല്ലെടുക്കാനല്ല, നമ്മുടെ പല്ലക്കെടുക്കാനാ പറഞ്ഞത്. പല്ലക്കൊക്കെ എടുക്കുന്നത് കൊള്ളാം, പക്ഷെ വൈകിട്ട് 6-ന് മുമ്പ് തിരിച്ചെത്തിയില്ലെങ്കിൽ മഹാറാണി പുളിച്ച തെറി പറയും. അതെന്തിനാ? മഹാരാജൻ, അങ്ങയുടെ പല്ലക്കല്ലേ ഈ കൊട്ടാരത്തിലെ കോഴിക്കൂടായി ഉപയോഗിക്കുന്നത്. ഒരു കോഴിയുടെ പോലും വിലയില്ലാത്ത കോഴി മഹാരാജൻ. കളിയാക്കുന്നു. നിൽക്കണം അവിടെ. പടയപുരം വാഴും ശശി മഹാരാജാവിന്റെ പത്നി രാജമ്മ തമ്പുരാട്ടി ഇതാ എഴുന്നള്ളുന്നേ. കൊട്ടാരത്തിലെ മന്ത്രി, അമ്പലത്തിലെ തന്ത്രി, കുതന്ത്രവേന്ദ്ര കുന്ത്രി ഇതാ എഴുന്നള്ളുന്നേ.
കാഞ്ചീപുരം മഹാറാണിക്ക് അടിയന്റെ പ്രമാണം ആധാരം പറ്റുചെട്ടി. മന്ത്രിക്ക് നീർക്കെട്ടുണ്ടാകട്ടെ. അല്ല, ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന്. ആട്ടെ, മന്ത്രി എന്താ വരാൻ താമസിച്ചത്? അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങുമ്പോ ചെരുപ്പ് കാണാനില്ല. എന്നിട്ട് അവിടെ കിടന്ന സകല ചെരുപ്പ് ഞാൻ ഇട്ടു നോക്കി, ഒന്നും പാകാവണില്ല. എന്നിട്ട് എന്ത് ചെയ്തു? അവസാനം ഞാൻ എന്റെ സ്വന്തം ചെരുപ്പ് തന്നെ ഇട്ടോണ്ട് പോരേണ്ടി വന്നു. പിന്നെ മന്ത്രിക്ക് സുഖമല്ലേ? മുത്തയ്യയുടെ അനുഗ്രഹം കൊണ്ട് പരമസുഖം. ഭാര്യ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മുത്തയ്യയുടെ അനുഗ്രഹം കൊണ്ട് അവർക്കും പരമസുഖം. ആട്ടെ, മന്ത്രിക്ക് എത്ര മക്കളാ? 6 മക്കളുണ്ട്. 6 മുത്തയ്യായെ പോലെ തന്നെ. അല്ല, ഈ മുത്തയ്യ എന്ന് പറഞ്ഞാൽ കുടുംബദൈവം വല്ലതുമാണോ? അത് അപ്പുറത്തെ വീട്ടിലൊരു അണ്ണാച്ചി ചക്കനല്ലേ. പിന്നെ മഹാറാണി കുമാരിയുടെ സംഗീത പഠനം എവിടം വരെയായി? ശ്രുതി ചേരാത്തത് കൊണ്ട് അവള് നിർത്തി. നിർത്തരുത്. സുധിയുടെ അച്ഛനുമായിട്ട് നാം സംസാരിക്കാം, അവര് ചേരാതെ ഇരിക്കില്ല. പിന്നെ മഹാറാണി, എന്റെ മോള് 10ാം ക്ലാസ് പാസ്സായി. നന്നായി. മോഡറേഷൻ കിട്ടിക്കാണും. മോളുടെ റേഷൻ ഒന്നും കിട്ടിയില്ല, എന്റെ ഭാര്യയുടെ റേഷൻ കിട്ടി. മന്ത്രി നാമില്ലാത്തപ്പോൾ അന്തപുരത്തിൽ മന്ത്രിക്ക് എന്താണ് കാര്യം? അല്ല, അത് പിന്നെ നമ്മെ കാണണമെങ്കിൽ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ വരണം. അങ്ങേ ആർക്ക് കാണണം? പിന്നെ എനിക്കെപ്പോഴും മഹാറാണിയെ കണ്ടാ മതി തിരുമനസേ. മന്ത്രി, അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കണമെന്ന് മറ്റൊരു ചൊല്ലുണ്ട്. നീയും എന്റെ പെമ്പർനോത്തിയുമായി നിന്നപ്പോൾ എനിക്കെന്തോ തോന്നി. ഞാനും അങ്ങയുടെ വെമ്പർന്നൂത്തിയായിട്ട് നിന്നപ്പോ എനിക്കും ഏതാണ്ടൊക്കെ തോന്നി. മന്ത്രി നിർത്തൂ. നിങ്ങൾ ഇതൊരു വലിയ ടിഷ്യൂ ആക്കി മാറ്റരുത്. റാണിക്ക് ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നാം മിണ്ടാതിരിക്കുന്നത്. പിന്നെ മഹാരാജൻ, ഞാൻ ഇന്നലെ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ ആരോ വന്ന് എത്തി നോക്കി. ആരെവിടെ? മഹാറാണിയുടെ കുളിമുറിയിൽ എത്തി നോക്കിയവന്റെ തലവെട്ടു. വേണ്ട മഹാരാജൻ, അങ്ങനെ വെട്ടാൻ നിന്നാൽ ഈ രാജ്യത്ത് ആർക്കും തലയുണ്ടാവില്ല. ശരിയാണ് മഹാരാജൻ, ഞാനൊക്കെ തലയില്ലാണ്ടിരുന്ന മഹാബോറാണെന്നേ. അതെല്ലാം മറന്നേക്കൂ. മഹാറാണി എങ്ങനെയാണ് കുളിച്ചത്? ഇതയം നല്ലെണ്ണ തേച്ചു, ഫ്ലെക്സിന്റെ സോപ്പ് പുരട്ടി, കൊട്ടാരം കുളിക്കടവിൽ കുളി കുളിച്ചു. കള്ളം കള്ളം രാജാവേ, പച്ചക്കള്ളം രാജാവേ, നല്ലെണ്ണ തേച്ചില്ലല്ലോ, സോപ്പൊന്നും തേച്ചില്ലല്ലോ, സർക്കാർ പൈപ്പിന്റെ മുമ്പിൽ കുളി കുളിച്ചു. അല്ലെങ്കിലും ഈ മഹാറാണിക്ക് ഒരു ശ്രദ്ധയുമില്ല. ശ്രദ്ധയില്ലാത്തത് അങ്ങയ്ക്ക. നമ്മുടെ മകൾ കെട്ടുപ്രായം തികഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങയ്ക്ക് വല്ല ചിന്തയുമുണ്ടോ? മഹാരാജാവിന് ചിന്തയില്ലെങ്കിൽ എന്താ? ഈ നാട്ടിലെ സകല ചെറുപ്പക്കാർക്കും ഈ ഒരു ഒറ്റ ചിന്തയുള്ളൂ. മഹാറാണി, നാം നമ്മുടെ പുത്രിയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാ ഞാൻ കല്യാണം കലക്കും. അയ്യോ തെണ്ടി, നീ നമ്മുടെ പുത്രിയുടെ കല്യാണം കലക്കുമല്ലേ? അതല്ല മഹാരാജൻ, കല്യാണം ഞാൻ അടിച്ചു പൊളിക്കൂന്നാ പറഞ്ഞത്. അയ്യോ വൃത്തികെട്ടവനെ, നീ നമ്മുടെ പുത്രിയുടെ കല്യാണം അടിച്ചു പൊളിക്കുമല്ലേ? അതല്ല മഹാരാജൻ, പിന്നെ ഈ കല്യാണം ഞാൻ തൃപ്തിയായി. പിന്നെ മഹാറാണി, നമ്മുടെ പുത്രിയുടെ കല്യാണം ഒരു സ്വയംവരമായി നടത്താൻ നാം തീരുമാനിച്ചിരിക്കുന്നു. ആണോ? എങ്കിൽ ആരാ വരൻ? ആര് വരാൻ? വിളിക്കുന്നവരൊക്കെ വരും. അതല്ല, ഈ രാജകുമാരനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും? ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കലാപരമായും കായികപരമായും കഴിവുള്ള വീരശൂര പരാക്രമികളെ നാം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അവരുടെ പ്രകടനങ്ങൾ നേരിട്ട് കണ്ട് നമുക്ക് നമ്മുടെ രാജകുമാരിയുടെ വരനെ തിരഞ്ഞെടുക്കാം. എങ്കിൽ മട്ടുപ്പാവിൽ പോയിരുന്ന് അവരുടെ വട്ടത്തരങ്ങൾ നേരിട്ട് കാണാം, അല്ലേ? തീർച്ചയായും. ഫോളോ മീ. കലാമത്സരങ്ങൾ ഗംഭീരമായിരിക്കുന്നു. ഇനി കായിക മത്സരമാകട്ടെ. മത്സരം എന്തെന്നാൽ, വിശന്നു വലഞ്ഞു കിടക്കുന്ന 50 മുതലകളുള്ള ആ മുതലക്കുളം അക്കരെ നിന്നും നീന്തി ഇക്കരെ വരുന്ന ധൈര്യശാലിക്ക് നമ്മുടെ പുത്രിയെയും ഈ രാജ്യത്തിന്റെ പകുതിയും ആവശ്യമെങ്കിൽ നമ്മുടെ രാജ്ഞിയെയും നാം നൽകുന്നതാണ്. ധൈര്യശാലികൾക്ക് മുന്നോട്ട് വരാം. മഹാരാജൻ തേങ്ങാണ്ടിപുരം വാഴും മാങ്ങാണ്ടി മഹാരാജാവിന്റെ അരിമപുത്രൻ കശുവണ്ടി കുമാരൻ ഇതാ മുതലക്കളം താണ്ടാൻ റെഡിയായി നിൽക്കുന്നു. ചോദിക്കണ്ട, ചാടിക്കൊള്ളാൻ പറയൂ. നിർത്തു. ആരാണ് ഇവിടെ ബബിൾക്കം ചവയ്ക്കുന്നത്? ബബിൾക്കം ചവക്കുന്നതല്ല പ്രഭു, പിന്നെ മുതലകൾ അവനെ ചവക്കണതാ. ഇനി ആരെങ്കിലും ചാകാനുണ്ടോ? അല്ല, ചാടാനുണ്ടോ? ഉണ്ട് പ്രഭു, ഉണ്ട്. കോലോത്തിരി വാഴും ചന്ദനത്തിരി മഹാരാജാവിന്റെ അരിമപുത്രൻ കൊതുകുതിരി കുമാരൻ ഇതാ മുതലക്കുളം താണ്ടാൻ റെഡിയായി നിൽക്കുകയാണ് പ്രഭു. താണ്ടിക്കുളം പറയൂ.
എന്താണ് ഇവിടെ ഒരു ബുളുബുളു ശബ്ദം? മുതലക്കുളം താണ്ടാൻ ചാടിയവനെ മുതലകൾ തോണ്ടിക്കൊണ്ടു പോവുകയാണ് പ്രഭു. ഓഹോ, ഇനി ആരെങ്കിലും ഉണ്ടോ മുതലക്കുളം താണ്ടി ഇക്കരയെത്താൻ? പ്രഭു, അതാ ഒരുത്തൻ മുതലകളുടെ കണ്ണു വെട്ടിച്ച് മുതലക്കുളം നീന്തി കയറി വരുന്നു. മിടുക്കൻ, കിടുക്കൻ, ധൈര്യശാലി. ഇത്രയും ധൈര്യമുള്ള ഒരാളെ നാം കണ്ടിട്ടേയില്ല. നാം പറഞ്ഞതുപോലെ വാക്ക് പാലിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ കൊട്ടാരം, രാജ്ഞി, പുത്രി സ്വന്തമാക്കിക്കൊള്ളൂ. എനിക്ക് ഈ വക സാധനങ്ങൾ ഒന്നും വേണ്ട. പിന്നെ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. എന്താണത്? മര്യാദക്ക് മുതലകളുടെ കളിയും കണ്ടു നിന്ന് എന്നെ പുറകിൽ നിന്ന് വന്ന് കുളത്തിലേക്ക് തള്ളിയിട്ടത് ആരാണ്? എനിക്ക് അവരെ ഇങ്ങ് തന്നേച്ചാ മതി. ഡിയർ കേഡീസ് ആൻഡ് മെന്റൽമാൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇവിടെ കൂടിയേക്കുന്നത് മൊത്തം കേഡീസ് മെന്റൽമാൻമാരും. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിരീശ്വരവാദി സംഘടനയുടെ 1ാമത് വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൻപുറത്തിലെ ഈശ്വര വിശ്വാസികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ നിരീശ്വരവാദി സംഘടന ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓൾ കേരള നിരീശ്വരവാദി സംഘടനയുടെ പ്രസിഡന്റും രക്ഷാധികാരിയുമായ AK ഭക്തവത്സരൻ ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അധ്യക്ഷത നിർവഹിക്കാം എന്നേറ്റിരുന്ന ഹരിഹരസുധൻ അദ്ദേഹത്തിന്റെ ദൈവമില്ല എന്ന പുസ്തകത്തിന് അവാർഡ് കിട്ടുന്നതിന് വേണ്ടി 41 ദിവസത്തെ വ്രതം നോറ്റ് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാമെന്ന് സാധിച്ചിട്ടില്ല. അത് താൽക്കാലികമായിട്ട് നമ്മുടെ സ്വാമി ഇവിടെ തികച്ച ഈശ്വരവിശ്വാസി ആയിരുന്നിട്ട് പോലും ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നിരീശ്വരവാദിയായി തീർന്ന നമ്മുടെ സ്വാമി ശ്രീ രഹസ്യാനന്ദ തിരുവടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമിയെ, ഇത് ഉറക്കം തൂങ്ങാതെ ഇങ്ങോട്ട് കേഴുവാ. രേമ്പകം വിട്ടതാടാ. സ്വാമി കുറെ നാളായിട്ട് ഇങ്ങനെ ഈശ്വര വിശ്വാസം എന്നൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ നിരീശ്വരവാദത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? എന്താ കാരണം എന്ന് വെച്ചാൽ ഈശ്വരനുണ്ടോ? ഈശ്വരനുണ്ടോ? ഈശ്വരനെ കണ്ടോ? ഈശ്വരനില്ല. ഇല്ല. നമ്മളിവിടെ നിരീശ്വരവാദികൾ സംഘടന ആരംഭിച്ചിരിക്കുന്നത് എന്തിനാ? ഈശ്വര വിശ്വാസികളെ വെല്ലുവിളിക്കാൻ. ഈശ്വരനില്ല. ഇല്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈശ്വരനില്ല. ഞാൻ ഈ മുമ്പൊക്കെ കാവ്യൊക്കെ കൊടുത്ത് അമ്പലത്തിലൊക്കെ പോയി രാവിലെ ഈ ഋഷികേശിലും പിന്നെ ഹരിദ്വാരയിലും ഒക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇല്ല, കേട്ടിട്ടുണ്ട്, പോണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലേ. ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഉള്ള ദൈവത്തിനെയൊക്കെ വിളിച്ച് 24 മണിക്കൂറും അമ്പലത്തിലും ഒക്കെ ആയിട്ടൊക്കെ വീട് പോലും നോക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. എന്റെ മൂത്ത പെങ്ങടെ കല്യാണം വന്നിട്ട് 20,000 രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ അവിടെ ഇവിടെ ഉള്ള അമ്പലത്തിന്റെ വാതിക്കലും അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് ദൈവത്തിനൊക്കെ വിളിച്ച് ഉള്ള ശയനപ്രസനമൊക്കെ ചെയ്തിട്ട് ഒരു ദൈവം തന്നില്ല എനിക്ക്. 20,000 രൂപ കിട്ടി. 20,000 രൂപ കിട്ടിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ എന്ത് ചെയ്യാനാ, അറ്റ കൈ പ്രയോഗിച്ച് അങ്ങനെ നമ്മുടെ ഭണ്ഡാരം കുത്തി പൊട്ടിച്ച്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്ത് പൊട്ടിച്ചത്? സാധനമൊക്കെ എടുത്ത് പോകാൻ പോയപ്പോഴത്തേക്ക് കുറെ പണ്ടാരങ്ങൾ വന്ന് പിടിച്ച് എന്നെ പോലീസ് സ്റ്റേഷനിലാക്കി. 2.5 മാസമാണ് ഞാൻ അവിടെ കിടന്നത്. എന്നിട്ട് ഒരുത്തം പോലും ഒരു ഈശ്വരൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ല, എന്നെ ജാമ്യത്തിൽ ഇറക്കിയില്ല. അത് ശരി. പിന്നെ ഈ വേഷത്തിൽ പോയി പാറമട പോയി കല്ല് ചുമന്ന് എന്നാ ചൂടാണ് അവിടെ പോയി സാധനമൊക്കെ ചുമന്നിട്ട് പെങ്ങളെ കല്യാണമൊക്കെ കൊടുത്ത് അടിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ മാനസാന്തരം വന്നൊരു സ്വാമിയാണ്. സ്വാമിയാ. അപ്പൊ ഏതായാലും സ്വാമി സ്വാമിയല്ല, ഞാനിപ്പോ ആസാമിയാ. അതെ, നമ്മളിപ്പോ നിരീശ്വരവാദത്തിലേക്ക് വന്നപ്പോ ആസാമിയായി. അപ്പൊ ഏതായാലും നിരീശ്വരവാദത്തെ കുറിച്ചൊരു പ്രഭാഷണം ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട്. ഭക്തജനങ്ങളെ, അല്ല ചത്ത ജനങ്ങളെ, നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഇല്ല. സത്യത്തിൽ ഈശ്വരൻ ഇല്ല. ചില കവികൾ പറയുന്നുണ്ട് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയെന്ന്. അതും രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ഈശ്വരൻ വിരുന്നിന് പോകും. എത്ര വൃത്തികെട്ട പരിപാടിയായി. നീ ഒരു കല്യാണത്തിന് വീടിന്റെ തൊട്ടപ്പുറത്ത് കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ നീ പോകുമോ? ഞാൻ എന്റെ പട്ടി പോകും. അത് തന്നെ പറയണം. അപ്പൊ പിന്നെ ഈ ഇത്ര തരംതാന്ന പണിയായി പോലെ ഈശ്വരൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോടാ, മറന്നു പോയടാ സമയത്ത്. ഈശ്വരൻ തൂണിലും തുരുമ്പിലും മറ്റേ മനസ്സിലായി, കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഇരിക്കുന്നു. നമുക്കൊരു സ്റ്റൂളിൽ ഇരിക്കാൻ ഭയങ്കര പാടാ. എപ്പോഴാണ് മറ്റേ മുള്ളലിരിക്കുന്നത് പറയുന്നത്. അതുപോലെ തന്നെ തൂണ് പൊളന്നിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ സിമെന്റ് ഇട്ട് പ്ലാസ്റ്റർ ചെയ്ത് കളയാം. ആളെ കണ്ടാൽ. അതെ, തൂണേൽ എങ്ങനെ ഇരിക്കും? പിന്നെ തുരുമ്പിലിരിക്കും. പിന്നെ നമ്മളൊരിത്തിരി പൊടിയുണ്ടെങ്കിൽ കസേരല്ല തുടച്ചിട്ടാ ഇരിക്കുന്നത്. അതിന്റെ മുകളിൽ കയറി ഇരിക്കുവോ? ആക്രി കച്ചവടക്കാരനാ? വൃത്തിയില്ലാത്ത ആളാണോ ഈശ്വരൻ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഇപ്പൊ പറയാനുള്ളത്. അപ്പൊ ഏതായാലും ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ഈശ്വരന്മാരെ വിശ്വസിക്കുന്നതിൽ യാതൊരു കഴമ്പില്ല. കാരണം
കുഴപ്പമില്ല. ഇങ്ങനെ ഇത്ര വൃത്തികെട്ട അല്ലെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ആള് ഈ പൊടിയുള്ളടത്തും തുരുമ്പുള്ളടത്തും കല്ലിലും മണ്ണിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മള് ധ്യാനിക്കേണ്ട കാര്യമില്ല. അതാണ് പറയണത്. നമ്മുടെ മറ്റേ ആ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കമ്മിറ്റിയിലെ ഖജാൻജിയാണ്. അപ്പൊ കുറെ നാളായിട്ട് ഈ നമ്മുടെ ഈ 1-ാം വാർഷികം വെച്ചിട്ട് അതിന്റെ ഒരു കാര്യത്തിന് പോലും ഇറങ്ങി വരാത്ത ആളാണ്. ഒരു കാര്യം ഇങ്ങോട്ട് കേൾക്കാൻ കൊന്നു ഉപ്പിലുണ്ട ദിവസം കേൾക്കണ്ടേ എന്റെ ഭഗവാനെ നിങ്ങൾ ഇതുവരെ തുടങ്ങിയില്ലേ? ഭഗവാനാ ഭഗവാനാ? അതെ, ഞാൻ വൈകിയത് മനഃപൂർവ്വമല്ല സുഹൃത്തുക്കളെ. നമ്മുടെ നിരീശ്വരവാദി സംഘടനയുടെ നമ്മളൊരു 1-ാം വാർഷികമൊക്കെ ആഘോഷിക്കണല്ലോ. നമ്മുടെ ഈ സംഘടനയുടെ ഐശ്വര്യത്തിനും ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി ഞാൻ ചോറ്റാനിക്കരെ 10 ദിവസം വ്രതം എടുക്കാൻ പോയതാണ്. വൃത്തികെട്ടവരെ, ചോറ്റാനിക്കലിൽ വ്രതം എടുക്കാൻ പോയേക്കുന്നത് നമ്മുടെ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനത്തിന് നമ്മുടെ ഐക്യത്തിനും ഉന്നമനത്തിനും വേണ്ടി ചോറ്റാനിക്കലിൽ വ്രതം എടുത്ത് അവന് ഏലസും കെട്ടിയാ വന്നേക്കുന്നത്. നമ്മൾ നിരീശ്വരവാദികൾ ഏലസ് കെട്ടാൻ പാടില്ല. കെട്ടാൻ പാടില്ല. ഇതൊക്കെ ഈശ്വരവാദികളുടെ സിമ്പൽ അല്ലേ? എന്നോടാ പറഞ്ഞത് അഴിച്ചു കളയാൻ. സ്വാമിയുടെ കയ്യിൽ എന്താണ്? ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോ സിനിമയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് പേടിച്ച് പൂച്ച വട്ടം ചാടിയതാ. അപ്പൊ സ്വാമിയുടെ ഇടത്തെ കയ്യിലാ ഇതാ. അത് നീ കണ്ടോ? ഞാൻ മൂടി വെച്ചിരുന്നതാ. ഇവിടെ എനിക്ക് വരുന്ന വഴിക്ക് ഒരു തുള്ളപ്പലി ഉണ്ടായിരുന്നു. തുള്ളപ്പലി വന്നപ്പോ എന്റെ അടുത്ത് ജ്യോത്സ്യം പറഞ്ഞ് ഇത് ജപിച്ചു തന്നതാ, ഇത് കെട്ടിക്കോ. എന്റെ പൊന്നു സ്വാമി, അറിയാലോ നമ്മുടെ രക്ഷാധികാരിനെ, ഭക്തവത്സലൻ സാറിനെ. ഏലസ് എന്നല്ല, ഇതുപോലത്തെ ഈ ഭക്തി എന്ന് പറയുന്ന സംഭവം കേട്ടു പോരുത്. അഴിച്ചു വെക്ക. ഇതൊക്കെ മൊത്തം മൂടിക്കോട്ടെ, സംഭവമൊക്കെ മാറ്റിക്കോ. കാരണം ഈ ഭക്തവത്സലൻ സാർ ഇവിടെ എത്തിക്കഴിഞ്ഞാലല്ല നിങ്ങളെ നിന്നും ഏലസും നിന്നും സ്വഭാവം അറിയാല. ഭക്തി എന്നല്ല, ഈശ്വരൻ എന്ന് പറയുന്ന സംഭവമേ ഈ പ്രദേശത്ത് കണ്ടുപോരുത്. അതാണ് ഭക്തവത്സലൻ. സാറേ നമസ്കാരം. നമസ്കാരം. പോയ കാര്യമൊക്കെ എന്തായി? പോയ കാര്യം ക്യൂവിൽ നിന്നാ, കിട്ടിയില്ല. എവിടെ പോയ കാര്യമാണ് ഈ പറയണത്? ബിവറേജ് കുപ്പി മേടിക്കണ കാര്യമല്ലേ പറഞ്ഞു. അതല്ല, നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടനയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി സംഘടനയുടെ ഉദ്ഘാടനം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടനയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പല രാഷ്ട്രീയക്കാരെ പോയി കാണുകയുണ്ടായി. ഈശ്വര വിശ്വാസികളായ രാഷ്ട്രീയക്കാർ അവർ പറഞ്ഞു നമ്മളുടെ ഈ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്ന്. അതുപോലെ തന്നെ ഞാൻ സിനിമാ താരങ്ങളെ പോയി കാണുകയുണ്ടായി. അവരും ഇതുപോലെ തന്നെ പറഞ്ഞു, നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അവർക്കും കഴിയില്ല. ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഞ്ഞിക്കുഴി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇത്തവണ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന ഒരു റോബോട്ടിനെയാണ്. ഈ റോബോട്ടിന്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മന്ത്രി ഈ വേദിയിൽ നിർവഹിക്കുന്നതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിന് ചവറിന് സ്റ്റൈലിടാൻ പോണം. നിന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കുന്നു. എന്റെ പൊന്നുമോനെ സൈമ, ഇത് വേദിയിലേക്കുള്ള കസേരയല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. എടാ, അവിടെ കൊണ്ടുപോയിട്ടാ ഇതൊക്കെ ചോദിക്കേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടോ? അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും പ്രമുഖ വ്യക്തികളും അലങ്കരിക്കുന്ന ഈ വേദിയിൽ ഒരു പട്ടികേറിയിരിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല അച്ഛനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്റെ കവിതയുടെ കാര്യം. കവിത എന്താ? കവിത ഉണ്ട്. പ്രിയമുള്ളവർ, ഇദ്ദേഹം നമ്മുടെ കമ്മിറ്റിക്കാരൻ മാത്രമല്ല, ഇദ്ദേഹം നല്ലൊരു കവി കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ഇദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ചൊല്ലിക്കോട്ടെ. സ്റ്റാർട്ട് ചെയ്തോ? പ്രിയമുള്ളവരെ, മഹാകവി ബാബു അന്നണിയുടെ അമ്മയെ കണ്ണു തുറക്കൂ അല്ലെങ്കിൽ ചവിട്ടി തുറക്കും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാര കൊണ്ട് അടർത്തിയെടുത്ത ഏതാനും ചില വരികളാണ് ഞാനിവിടെ വെച്ച് കീച്ചാൻ പോണത്. പശുവേ കിളി പിടിച്ചു, പശുവേ കിളി പിടിച്ചു. നിർത്തിയേ, നീ എന്തേ ചൊല്ലണത്? പശുവെ കിളി പിടിച്ചെന്നാ? പ്രിയ കലാസ്നേഹികളെ, എന്റെ പുതിയ കവിതയുടെ പേരാണ് പശു വെകിളി പിടിച്ചു. വാഗമരച്ചുവട്ടിൽ നിന്നെയും കാത്തു നിൽക്കേ. എന്തൊക്കെയുണ്ട് വിശേഷം? നിന്നെയല്ല, ഞാനൊന്ന് ആസ്വദിച്ചതല്ലേ, നീ കവിതയല്ലേ? കണ്ടു ഞാൻ നിന്റെ തന്തയുടെ തനി സ്വരൂപം. എന്റെ തന്തക്കാരെ വിളിക്കരുത്. ക്ഷമിക്കണം, അതില്ലാത്തവർ ഞാൻ വിളിക്കാറില്ല. വാടി വാടി. നീ ആരെയാടാ ഈ വാടി വാടി എന്ന് പറഞ്ഞ് വിളിക്കണത്? വാടി കരിഞ്ഞു പോയൻ സ്വപ്നങ്ങൾ പൊട്ടി പൊട്ടി. നീ ആരെയാടാ ഈ പൊട്ടി പൊട്ടി വാടി വാടി എന്ന് പറഞ്ഞ് വിളിക്കണത്? പൊട്ടി കരഞ്ഞുകൊണ്ടു ഞാൻ പാടുന്നു. കൊന്നേ കൊന്നേ. മഹാഭാവി, നീ ആരെ കൊന്നുകൊണ്ടാണ് ഈ വേദിയിലേക്ക് കയറി വന്നേക്കണത്? കണിക്കൊന്നേ വിടരു 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 വിടരു. അതെ, നിന്റെ വിടർത്തലൊക്കെ മതിയാക്കാന്നിട്ട് വേഗം സ്ഥലം വിടാം. മാപ്പ്. ആ മാപ്പ് തന്നിരിക്കുന്നു, പോ. അതല്ല എന്റെ അടുത്ത കവിത. ഇനി എന്താ കവിത? കോപ്പ് വേഗം ചൊല്ലാൻ നോക്ക്. മകനേ, ഇതിന്ത്യയുടെ ഭൂപടം കണ്ട ഈ മൊട്ടോംലേറ്റ് പോലെ കാണും ഇന്ത്യ. എടാ, നീ എന്നെ പഠിപ്പിക്കേണ്ട കവിത. മകനേ, ഇത് ബർമ്മയുടെ ഭൂപടം കണ്ട ഈ ബെർമൂട ഉണക്കാനിട്ടേക്കുന്നത് പോലെയാണ് ബർമ്മ. അതാണ് ബർമ്മ. മോനെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാമോ?
എന്തിനാണോ ചവിട്ടിയത്? മകനെ ഇതെന്റെ കാലിന്റെ ഭൂപടം. ഇനി കൈയുടെ ഭൂപടം ഉണ്ടായിരിക്കും. സ്ഥലം പെടാൻ നോക്കണം. അതല്ല വേറെ കാര്യം. ഇവിടെ പുറകിൽ ഒരു പുള്ളി വന്നിട്ടുണ്ട്. ഏത് പുള്ളി? സരസപ്പൻ മാഷ്. സരസപ്പൻ മാസ്റ്റർ. ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ടാതിഥികൾ ഓരോരുത്തരായി എത്തിക്കഴിഞ്ഞു. ആദ്യമായി ഈ വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ മുൻകാല പഞ്ചായത്ത് പ്രസിഡന്റും നല്ലൊരു പ്രാസംഗികനും വാഗ്മിയുമായ ശ്രീമാൻ സരസപ്പൻ മാസ്റ്ററാണ്. സരസപ്പൻ മാസ്റ്റർ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. സരസപ്പൻ മാസ്റ്റർ കീ! സരസപ്പൻ മാസ്റ്റർ കീ! സരസപ്പൻ മാസ്റ്റർ കീ! സരസപ്പൻ മാസ്റ്റർ കീ! എങ്ങോട്ട് പോയടാ? ഇവിടെ വന്നോണ്ടിരിക്കണം. മാഷ് പെട്ടെന്ന് പ്രസംഗം ആരംഭിക്കാൻ നോക്ക്. നമസ്കാരം. നാളെ ഒരു ദിവസം കുറച്ച് പിള്ളേരെ കൂടി വീട്ടിൽ വന്നായിരുന്നു. അവർ എന്നോട് പറഞ്ഞു, മാഷ് ഇവിടെ വരെ വരണം, മാഷ് ഇവിടെ ഒന്ന് വരണം, മാഷ് ഒന്ന് ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞായിരുന്നു. മനസ്സിലായി എന്നവർ പറഞ്ഞിരുന്നു. ഞാനിവിടെ വന്നു, ഞാൻ പോണു. അയ്യോ മാഷ അങ്ങനെ പോവല്ലേ. മാഷിക്ക് വന്നേ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗാനമേളയില്ലേ, അതിനകത്ത് ഓർക്കസ്ട്രയൊക്കെ അറേഞ്ച് ചെയ്തേക്കണ മാഷല്ലേ. ഓർക്കസ്ട്രക്കാര് വരുമോ? ഓട്ടോറിക്ഷക്കാർ വരും. ഇവിടെ പരിപാടി വേണം. ക്കാരല്ല മാഷ്, നമ്മുടെ ഗാനമേളക്ക് തബലയൊക്കെ ഉണ്ടോ? തവള പിടിക്കാറുണ്ട്. നല്ല സെറ്റപ്പ് അല്ല. അല്ല മാഷ, വയലിൻ. വയലിൻ നല്ല തവള പിടിക്കണേ. എന്റെ മാഷ ഗിറ്റാറുണ്ടോ? ഗിറ്റാറുണ്ടോന്ന് വല്ല കയ്യും കണക്കുണ്ടോടാ തവള കിട്ടണേ? അല്ല മാഷ, ഓർഗൺ ഉണ്ടോന്ന്? ഓർക്കണം ഉണ്ടോന്ന് നിന്നൊക്കെ മറക്കാൻ പറ്റൂടാ? എന്റെ മാഷെ, ഹാർമോണിയം. 6 മണിക്ക് ഓട്ടോറിക്ഷക്കാരൊക്കെ ഞാൻ പോണു. അതെ, ഒരു പടി മാഷ് പോലെ. മാഷാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ. മാഷൊന്ന് പ്രഖ്യാപിക്കേ. നീ അങ്ങോട്ട് പ്രഖ്യാപിക്കടാ. ഞാൻ പറയുന്നത് പോലെ മാഷൊന്ന് പറയോ? ശ്രദ്ധിച്ചു കേട്ടോ. പ്രിയമുള്ളവരെ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഞാനാണ്. ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഇവനാണെന്ന് ഇവൻ പ്രഖ്യാപിക്കുന്നു. മാഷാണെന്ന് മാഷ് പ്രഖ്യാപിക്കേ. നീയാണെന്ന് നീ പ്രഖ്യാപിക്കേ. അവിടെ പോയി ഇവിടെ അവിടെ പോയി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണ്ട്. മറ്റേ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സംഭവം? ഏലമ്മ ടീച്ചർ. ഏലമ്മ ടീച്ചർ നീ പോയിക്കോ. ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഏക മഹിളാ രക്തം, യുവാക്കളുടെ രോമാഞ്ച കൊഞ്ചുകമായി മാറിയ ശ്രീമതി ഏലമ്മ ടീച്ചറാണ്. ഏലമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സാദരം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, അല്ല പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു വനിതാ മെമ്പർ ആണെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ വനിതകളുടെ മാത്രം മെമ്പർ അല്ല, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ കൂടി മെമ്പർ ആണ്. അങ്ങനെയുള്ള ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം വികസന പരിപാടികൾ ഇവിടെ നടക്കുവാനുണ്ട്. അതിനുവേണ്ടി പ്രസവിക്കാറായിട്ടില്ല, പ്രസംഗിക്കാറായിട്ടില്ല. സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ. ടീച്ചർ അവിടെ പോയിരിക്കും. വിളിക്കണം കേട്ടോ. മന്ത്രി വന്ന്. എടാ, ഓലപ്പടക്കത്തിന് തീ കൊളുത്തിട്ട് മന്ത്രിയുടെ പെട്ടെന്ന് ഇങ്ങോട്ട് ആനയ്ക്ക്. പ്രിയമുള്ളവരെ, നമ്മളാകാം ചുമലക്കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതാ റോബോട്ടിന്റെ ഉദ്ഘാടനത്തിനായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ മന്ത്രി? എവിടെ ആൾക്കാർ നോക്കിയിരിക്കുന്നില്ല. ഇതെന്താണിത്? ക്ഷമിക്കണം, കുറച്ചു നേരം പാർലമെന്റ് ആന്ന് ഓർത്തുപോയി. അല്ല സാർ, നാട്ടിലുണ്ടായിരുന്നില്ല, ഏതോ ടൂറിലൊക്കെ പറഞ്ഞിട്ടല്ലോ. ഞാൻ വേൾഡ് ടൂറിലല്ലായിരുന്നു. എന്നിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചു? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ആഫ്രിക്ക, മലേഷ്യ, സിംഗപ്പൂർ. എന്റെ ദൈവമേ, ഞാൻ പോകാത്ത കാണാത്തമായ സ്ഥലങ്ങൾ ഇനി ഇല്ല. നിങ്ങളുടെയൊക്കെ ഭാഗ്യം. ഇനി ഏതെങ്കിലും സ്ഥലം കാണണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? ഒരു സ്ഥലം കൂടി കാണാൻ. അതേതാണ് ആ സ്ഥലം? ഞാൻ ജയിച്ച മണ്ഡലം. ഇതേവരെ അങ്ങോട്ട് പണ്ട് പോകുന്നതാ. അല്ല സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ടൂറ് പോണെന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഭാര്യ ഒരുമിച്ച് അടിച്ചു പൊളിച്ചാണ് ടൂറൊക്കെ പോയത്? ടൂർ പോയപ്പോ ഭാര്യനെ കൊണ്ട് പോയോ? ഒറ്റ അടിയാൻ തരും. എടാ, സദ്യ ഉണ്ണാൻ പോകുമ്പോ വല്ലവരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകൂടാ. ഞാൻ ഓർത്തില്ല. സാറ് അവിടെ പോയിരുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഒരു പ്രകാശം കൊളുത്തിക്കൊണ്ടാണ് നമ്മളുടെ സമ്മേളനം ആരംഭിക്കുന്നത്. പ്രകാശം വരും, എന്നാ ഞാൻ പോവാണ്. ഏത് പ്രകാശൻ മാഷെ? ഞാൻ ഉദ്ദേശിച്ചത് ഭദ്രദീപം. ഭദ്രദീപം വരും, എന്നാ ഞാനിവിടെ 10 മിനിറ്റ് നിൽക്കൂല. അല്ല മാഷെ, ഞാൻ ഉദ്ദേശിച്ചത് നിലവിളക്ക്. അമ്മ, എന്താണോ ഇത്? നിലവിളക്കാൻ പറഞ്ഞു. എന്റെ മാഷ ഒന്ന് അവിടെ പോയിരിക്കും, ഞാൻ വിളിക്കാം. ഒന്ന് പിടിച്ചിരുത്തറ. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഏലമ്മ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏലമ്മ ടീച്ചർ, ആശംസ. ആശംസ ഏലമ്മ ടീച്ചർ. ഈ പെൺപിള്ള ആശംസക്ക് വിളിക്കണ നേരത്ത് പഞ്ചാരടിക്കാൻ. സോറി, സ്വല്പ സ്ട്രോങ് ആയി പോയി.
വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ അധ്യക്ഷനെ പിടി, ഇങ്ങനെ ഒരു മധ്യത്തിലിരിക്കുന്ന അധ്യക്ഷൻ അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ. അയ്യോ എന്റെ കാലേ. സോറി കാലനല്ല ബാലൻ. ബാക്കിയുള്ള അവശിഷ്ടങ്ങളെ ഇന്ന് ഈ വേദിയിൽ നമ്മുടെ മന്ത്രി ഉൽപ്രാഷ സാറിനെ കണ്ടപ്പോൾ ചില പഴയകാല സംഭവങ്ങളാണ് ഓർമ്മ വന്നത്. എന്താണ് സംഭവം? നന്നേ ചെറുപ്പത്തിലെ തന്നെ ഈ ഇരിക്കുന്ന ഉൽപ്രാഷ സാറ് എന്നാ വികൃതിയായിരുന്നെന്ന് അറിയാവോ? മഹാത്മാടിയായിരുന്നു. കുറുമ്പനായിരുന്നു, കുറുമ്പൻ. എന്താ ടീച്ചറെ തറയാവല്ലേ? ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കൂടെ കുറുമ്പ. അങ്ങനെയുള്ള ഈ ഉൽപ്രാഷ സാറിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് സംഭവം? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സുന്ദര സുദിനം, അതായത് മെയ് 10 റിപ്പബ്ലിക് ഡേ അങ്ങനെ ഏതാണ്ട് കൊണ്ട് അന്നേ ദിവസം നമ്മുടെ ഇടവഴിയിലേക്ക് ഞാനിങ്ങനെ മന്ദം നടന്നു വരുമ്പോ ആ ഇടവഴിയിൽ വെച്ച് ഈ ഇരിക്കുന്ന ഉൽപ്രാഷ സാറിനെ ഞാൻ കണ്ടു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? ഇടവഴിയിൽ ഞാനും ഉൽപ്രാഷ സാറും മാത്രം, മറ്റാരുമില്ല. ആ വിജനമായ ഇടവഴിയിൽ വെച്ച് ഈ ഇരിക്കുന്ന ഉൽപ്രാഷ സാറിനെ തൊട്ടു. ഈ ഇരിക്കുന്ന ഉൽപ്രാഷ സാറ് അങ്ങനെ തൊട്ടില്ലെന്ന് മട്ടിൽ തൊട്ട് പുറകെ വന്നിട്ട് ഈ ഇരിക്കുന്ന ഉൽപ്രാഷ സാർ എന്നെ എന്ത് ചെയ്തു? ഞാനിത് എങ്ങനെ പറയും? ഈ ഇരിക്കുന്ന ഉൽപ്രാഷ സാർ എന്നെ ഞാനിത് എങ്ങനെ പറയും? ഈ ഇരിക്കുന്ന ഉൽപ്രാഷ സാർ എന്നെ കടിക്കാൻ വന്നൊരു ചാവാലിപ്പട്ടിയെ കല്ലെറിഞ്ഞ് ഓടിച്ചു. അങ്ങനെയുള്ള ഉൽപ്രാഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീ പീഡനം ഒഴിവാക്കുന്നതിന് വേണ്ടി മന്ത്രിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യം ടീച്ചർ അവിടെ എങ്ങാനും പോയിരിക്കും. പിന്നെ പറയാം. അടുത്തതായിട്ട് റോബോട്ടിന്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, മുമ്പിലിരിക്കുന്ന പിയ്യാൻ പിള്ളേരെ, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇതുപോലെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ബളബളബളാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? എന്ത് സംസാരിക്കുമ്പോഴും സമാധാനപരമായിരിക്കും. പിന്നെ അതല്ലേ അതിന്റെ ശരി. ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. എന്താണ് സംഭവം? അവിടെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ ഇത് പറയുമ്പോൾ ക്ഷമിക്കണം, പാർലമെന്റ് ആണ് ഓർത്തു പോകും. സാർ അങ്ങനെ ഓർക്കല്ലേ, മനുഷ്യരുടെ നടുവാണല്ലേ സാർ. ഈ റോബോട്ടിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ മതി. റോക്കറ്റ് അല്ലെന്ന് റോബോട്ട്, അതിനെ കുറിച്ച് 2 വാക്ക് പറയേ. റോബോട്ടിനെ കുറിച്ച് 2 വാക്ക് പറയണം. അങ്ങനെ പറ. പ്രിയമുള്ളവരെ, റോബോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാടോ? സാധനം എന്റെ പൊന്നോ. 5 രൂപ 10 രൂപ കാശ് മേടിച്ചാൽ കൃത്യമായിട്ട് കൊണ്ടുതരുന്ന വ്യക്തിയാണ് റോബോട്ട്. ഏത് റോബോട്ട്? പലിശക്കാരൻ റോബോട്ട്. എന്റെ പൊന്ന് സാറ്, അതൊന്നുമല്ല. ഇത് എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന ഒരു യന്ത്ര മനുഷ്യനാണ്. എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന എന്തോ ഉറപ്പ്? സാറിന് സംശയമുണ്ട്? കേട്ടോ, റോബോട്ട് എന്തോ ആരാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയേക്കണത്? മന്ത്രി ഉൽപ്പലാക്ഷൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന്റെ സത്യം മനസ്സിലാക്കി ഈ റോബോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. റോബോട്ട് എന്തോ എന്റെ അച്ഛൻ ആരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. എന്റെ അച്ഛൻ മരിച്ചോട്ട് 25 കൊല്ലായി. നുണയാ പറഞ്ഞത്. അയ്യോ, എന്നാ റോബോട്ടിന് എന്തെങ്കിലും അബദ്ധം പറ്റിയിരിക്കുള്ളൂ. സാർ ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കിയേ. റോബോട്ട് എന്തോ എന്റെ അച്ഛൻ ആരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. നുണയാന്ന്. എന്റെ അച്ഛൻ മരിച്ചോട്ട് 25 കൊല്ലായി. സാർ ഒന്നുകൂടി വിശദമായിട്ട് ചോദിക്കാതെ സത്യം മാത്രമേ പറയത്തുള്ളൂ. വിശദമായിട്ട് ചോദിക്കാം. സത്യം മാത്രമല്ലേ പറയൂ? ഓക്കെ. റോബോട്ട് എന്തോ എന്റെ അച്ഛൻ, അതായത് എന്റെ അമ്മയുടെ ഭർത്താവ് ആരാണ്? താങ്കളുടെ അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയേ. പക്ഷേ താങ്കളുടെ അച്ഛൻ ഇപ്പോഴും എറണാകുളം സ്റ്റാൻഡിലെ പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. പ്രിയ കയാസ്നേഹിതരെ, തുപ്പൈത്ത സിംഹത്തായും വൈക്കം വാവ എഴുതി തമ്പാൻ ചെയ്ത പുണ്യപുയ നിത്യ തമ്പിത വാലൻ തുപ്പിടി തോയമ്പയം അടിയറ തിമ്പല്. പ്രിയ സഭാവാസികളെ, 101 കുതിരകളെയും 501 ഭടന്മാരുമായി യുദ്ധത്തിന് പോയ നമ്മുടെ മഹാരാജാവ് അവരെ എല്ലാം കുലക്ക് കൊടുത്ത് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് മുള്ളിവേലി ചാടി അടുക്കള വഴി ഇതാ എഴുന്നള്ളുന്നേ.
മഹാരാജൻ, എങ്ങനെയുണ്ടായിരുന്നു യുദ്ധം? അയ്യോ അയ്യോ അയ്യോ, കഷ്ടം, ഒറ്റ വെട്ടുപോലും പാഴായിട്ടില്ല. എല്ലാം നെഞ്ചുകൊണ്ട് തടുത്തിട്ടുണ്ട്. മഹാരാജൻ, തേങ്ങാതിരിക്കൂ. എങ്ങനെ തേങ്ങാതിരിക്കും? എങ്ങനെ വേണമെങ്കിലും തേങ്ങാതിരിക്കാം. ഞാനൊരു യുദ്ധത്തിന് പോയ സമയത്ത് ആരാ ഇവിടെ കൊരങ്ങന്റെ പടം കൊണ്ട് ഒട്ടിച്ചു വെച്ചത്? എവിടെ? അയ്യോ, അത് കൊരങ്ങിന്റെ പടമല്ല. പിന്നെ അത് കൊട്ടാരത്തിലെ നിലക്കണ്ണാടിയല്ലേ? ആ, അതൊക്കെ പോട്ടെ. നീ കൊട്ടാരത്തിലെ തുണിയെല്ലാം അലക്കിയോ? അലക്കി തമ്പുരാനെ. അലക്കി തമ്പുരാനോ? അയ്യോ, തുണിയെല്ലാം അലക്കി തമ്പുരാനെ. ആ, അങ്ങനെ വാ തുറന്ന് വല്ലതും പറഞ്ഞാ പോരെ. അതൊക്കെ പോട്ടെ, നിന്റെ തലയിൽ എന്താ ഒരു മുറിവ്? ഓ, അതൊരു ഇല വീണതല്ലേ. ഒരില വീണ ഇത്രയും വലിയ മുറിവോ? പിന്നെ തെങ്ങിന്റെ ഇല വീണ ഇതിലും വലിയ മുറിവുണ്ടാവൂലോ മണ്ടകുണാപ്പ. ആരെവിടെ? അളിയൻ. അളിയനോ? അല്ല, അടിയൻ. ആ, എത്രയും പെട്ടെന്ന് മഹാറാണിയെ വിളിക്കൂ. നിനക്ക് വിളിച്ചു കൂടാപ്പേ? നിന്റെ വായിൽ വല്ല പഴവും തിരികെ വെച്ചിട്ടുണ്ടാ? ഒന്ന് വിളിക്കടാവേ, ഞാനൊരു രാജാവല്ലടാവേ. ഓ, ശരി ശരി. മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. എനിക്കറിയാമത്. ഗുരു, ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങ് ഇത് എവിടെ നിന്നാ പഠിച്ചത്? കലാമണ്ഡലത്തിൽ നിന്ന് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു കല്യാണ മണ്ഡപത്തിൽ കയറി നിന്ന് പഠിച്ചു. അങ്ങയോട് ഓക്കേ. എന്താ ഇത്? കുമാരിയല്ലേ ഓടാൻ പറഞ്ഞത്? അയ്യോ, നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട്. എവിടെ? എന്തോന്ന്? കടൽപ്പാലം. ഗുരു, അങ്ങ് എന്റെ പ്രാണനാണ്. ചുമ്മാതിരി. എന്തിനു ചുമ്മാതിരിയണം? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരെ തിരിഞ്ഞാ പോരെ? റാണി, നമുക്ക് പഴത്തിൽ ബ്ലേഡ് വെച്ച് വിഴുങ്ങി കളിച്ചാലോ? അയ്യോ, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാ. നമുക്ക് കണ്ണിന് മുകളിൽ മുട്ടുസൂചി കൊണ്ട് കുത്തി കളിക്കാം. ഗുരു, ഇന്നാ കലണ്ടർ. ഓണം, വിഷു, റംസാൻ കലണ്ടർ മനോഹരന്റെ വീട്ടിലിരുന്നാൽ പിള്ളേര് വലിച്ചു കീറും. രാജ്യത്ത് മഴ പെയ്യാൻ എന്താ വഴിയുണ്ടെന്നൊന്ന് നോക്ക്. നാം നോക്കിയിട്ട് ഒരേ ഒരു വഴിയേ കാണുന്നുള്ളൂ. നമ്മുടെ രാജ്യത്ത് ചാരായം പാറ്റി ഒളിവിൽ താമസിക്കുന്ന കുട്ടപ്പൻ എന്ന ഒരു വ്യക്തിയുണ്ട്. അവനെ ഇവിടെ കൊണ്ടുവന്ന് 5 ദിവസം സന്തോഷത്തോടെ കൊട്ടാരത്തിൽ നിർത്തിയാൽ മഴ പെയ്യും.
അവനെ കൊണ്ടുവരാൻ ഒരു കന്യകയെ തന്നെ പറഞ്ഞു വിടണം. ശരി, പക്ഷെ ആരെ പറഞ്ഞു വിടും? രാജൻ റാണിയെ ഒന്ന് വിടട്ടെ. അല്ല, പറഞ്ഞു വിടട്ടെ എന്ന്. കന്യക വേണമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുമാരിയെ പറഞ്ഞു വിടാം. അവളാകുമ്പം ഏത് കുട്ടപ്പനെ ഇവിടെ കറക്കിക്കൊണ്ട് വന്നോളൂ. ശരിയാ, അമ്മയുടെ മോളല്ലേ, മിടുക്കിയായിരിക്കും. എന്നാ നാം ഇതാ കൽപ്പിക്കുന്നു, രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മഴ പെയ്യിക്കാൻ കുട്ടപ്പൻ എന്ന വാറ്റുകാരനെ തേടി ഇതാ നമ്മുടെ കുമാരി പോകുന്നു. കുമാരിയുടെ പ്രയത്നം ഫലിക്കാൻ നമുക്ക് ഒരുമിച്ച് പാർത്തിക്കാം. അല്ല, പാത്രിക്കാം. എന്താ? പ്രാർത്ഥിക്കാം. എന്താ? എന്നെങ്കിലുമൊക്കെ ചെയ്യടാവേ. അങ്ങനെ വീട്ടെ, അടിപൊളിയായിട്ടുണ്ട്. ആരാ നീ? കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. കൂട്ടിക്കൊണ്ടുപോകാൻ ഇതന്നെ വല്ല സിമന്റോ മണലോ മറ്റോ ആണോ? നമ്മുടെ നാട്ടിൽ മഴയില്ല. അങ്ങ് വന്ന് 5 ദിവസം അവിടെ സന്തോഷത്തോടെ താമസിച്ചാലേ അവിടെ മഴ പെയ്യൂ എന്നാ രാജഗുരു പറഞ്ഞത്. മഴ പെയ്താലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇവിടെ ഇപ്പൊ ഒരു മഴ പെയ്താലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുള്ളൂ. അങ്ങേക്ക് അച്ഛനില്ല അല്ലേ? അതെങ്ങനെയാ കുമാരിക്ക് മനസ്സിലായേ? അതില്ലാത്തവരല്ലേ അങ്ങ് എന്നോട് ഇപ്പം കാണിക്കുന്നത്. വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വരാൻ പറ്റത്തില്ല. നീ ഒക്കെ അവിടുന്ന്. ഇല്ല, ഞാൻ കൊണ്ടേ പോകൂ. അത് തന്നെ എനിക്ക് പറയാനുള്ള, നീ ഇവിടുന്ന് കൊണ്ടേ പോകുള്ളൂ. നീ പോ, എനിക്കിപ്പോ ഉറക്കം വരുവാ. ഞാനിവിടുന്ന് അങ്ങ് ഉറങ്ങാൻ പോവാ. ഹോ, പൊന്നെണ്ണോ, ഞാൻ വന്നോളാം. എൻ്റെ ഭഗവാനെ, എൻ്റെ ശത്രുവിന് പോലും ഈ ഗതിയൊന്നും വരുത്തല്ലേ ഈശ്വര. പിന്നൊരു കാര്യം, കൊട്ടാരത്തിൽ നിൽക്കണ 5 ദിവസവും എനിക്കെന്തിനുള്ള സ്വാതന്ത്ര്യം തന്നേക്കണം. ഓക്കേ, അതൊക്കെ ഏറ്റു. പ്രഭു, നമ്മുടെ കുമാരി അതാ കുട്ടപ്പനുമായി വരുന്നു. കയറി വരൂ, കയറി വരൂ. എന്തൊരു വിനയൻ, എന്തൊരു സത്യനന്ദിക്കാട്. പേടിയുണ്ടോ അണ്ണാ ഒരു തീപ്പെട്ടി തരാൻ? അയ്യോ, കുട്ടപ്പൻ വന്നതേ ഉള്ളൂ. എന്റെ ദേഹത്ത് മുകളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്ന് വീണു. അതുമല്ലേ, എലിയും ഉള്ളിതായിരിക്കും. കൊട്ടാരമൊക്കെ ഇഷ്ടപ്പെട്ട? കൊട്ടാരത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് കുമാരിയുടെ മട്ടുപ്പാവ. അല്ല, കുമാരിയുടെ മട്ടും ഭാവമൊക്കെയാന്ന്. ആരെവിടെ? ഇവരെ രണ്ടുപേരെയും പിടിച്ച് വെളിയിലാക്കൂ. അയ്യോ, അത് മഹാരാജാവാ. ആരായാലും ഞാൻ പറയണ പോലെ അങ്ങോട്ട് കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ പോകൂട്ടോ. ഞാൻ അയ്യോ, 5 ദിവസല്ലേ, അതുവരെ ഒന്ന് ക്ഷമിക്കച്ചാ. കുമാരിയെ കാണാൻ കറക്റ്റ് മഞ്ജുവാരിയുടെ അതേ ചായ കേട്ടോ. അങ്ങേ കാണാൻ ദിലീപിന്റെ അതേ കാപ്പി. ഈ ഉടുപ്പ് സിൽക്കിന്റേതാണോ? അല്ല, ഇത് കോട്ടന്റെയാ. പക്ഷെ സ്വഭാവം സിൽക്കിന്റെ. അങ്ങയുടെ അച്ഛന്റെ പേരെന്താ? അതൊക്കെ മറന്നുപോയിന്നേ. അമ്മയുടെ പേരോ? ഇവിടെ ഇതൊക്കെ ഓർക്കാൻ പറ്റുമോ? ആദ്യം കണ്ട ഷക്കീല സിനിമയുടെ പേരെങ്കിലും ഓർമ്മയുണ്ടോ? അതുണ്ട്, കിന്നാര തുമ്പി കാതര കൗമാരം. സ്വന്തം തന്തയുടെയും തള്ളയുടെയും പേര് മറന്നു. വല്ലവളുമാരെ അഭിനയിച്ച പടത്തിന്റെ പേരൊക്കെ ഓർമ്മയാ. ഭയങ്കര ക്ഷീണം, എനിക്കൊന്ന് കുളിക്കണം. ഈ കുളമൊക്കെ എവിടെയാ? അവിടെയാ, കൊട്ടാരത്തിലെ കുളം. ഈ കുളിച്ചോണ്ടെങ്ങാനും നിൽക്കുമ്പോ പെമ്പിള്ളേരൊക്കെ വല്ലതും വന്ന് ശല്യപ്പെടുത്തുവോ? അയ്യേ, ഇല്ലില്ല, തോഴിമാർക്ക് കുളിക്കാൻ പടിഞ്ഞാറ് വശത്താ കുളം. എന്നാ പിന്നെ ഞാൻ പടിഞ്ഞാറ് വശത്തെ കുളത്തിൽ പോയി കുളിച്ചോളാം. ഹോ, ഇനി ഇവൻ 5 ദിവസം നോക്കുന്ന കാര്യമാ. അതുവരെ ഈ കൊട്ടാരത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ഭഗവാനെ. കൊട്ടാര നിവാസികളും പ്രജകളും കാത്തിരുന്ന 5-ാം ദിവസം അങ്ങനെ എത്തി. മഹാരാജൻ, മഹാരാജൻ. എന്നാടാവേ? ഇറങ്ങി പോടാ പിച്ചക്കാരൻ അവിടുന്ന്. പിച്ചക്കാരനല്ലടാവേ, ഇത് ഞാനാ മഹാരാജാവ്. മഹാരാജാവായിരുന്നോ? രാജൻ വേഷം മാറിയോ? വേഷം മാറി, ഇപ്പൊ പ്രജാപതി ഓടുന്നു. മമ്മൂട്ടിയുടെ സമയം കൊള്ളാം. അയ്യോ, സിനിമയുടെ കാര്യമല്ലേ ചോദിച്ചത്. അങ്ങ് എന്തിനാ ഈ വേഷം മാറിയതെന്ന്? എടാ, ഞാൻ മാറിയതല്ല, ആ കുട്ടപ്പൻ മാറ്റിച്ചതാ.
5 ദിവസം അവൻ സന്തോഷത്തോടെ നിന്നാലല്ലേ ഇവിടെ മഴ പെയ്യുള്ളൂ. ഇന്ന് 5ാമത്തെ ദിവസമാ. ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ ഒന്ന് ശരിയാക്കാൻ. എണ്ണി ഞാൻ അവന്റെ അടുത്ത് പകരം ചോദിക്കും. രാജനൊന്ന് പെട്. അല്ല, സമാധാനപ്പെട്. എന്നെ ഒരു ബഹളം അല്ല ബഹളം. ഒന്നുമില്ല. ഇന്ന് മഴ പെയ്യുവോ? 5ാം ദിവസമായി. ഇന്ന് കൃത്യം 5 മണിക്കൂടെ മഴ പെയ്യും. ഉറപ്പാണില്ല. പിന്നെ ഉറപ്പാണോന്നോ? എല്ലാരും ഒന്ന് പൊക്കെ പൊക്കെ പൊക്കെ. മണി 3:30 ഇനി 5 മണിക്ക് മഴ പെയ്തില്ലെങ്കിൽ ആ പരട്ട് തந்த ഇതിനൊക്കെ കാരണം പുള്ളിക്കാരൻ ഇങ്ങ് വന്നായിരുന്നെങ്കിൽ ഒന്ന് കേറായിരുന്നു. എടാ മോനെ, എന്തായി കൊട്ടാരത്തിന്ന്? എന്തൊക്കെ നീ എടുത്തു? ഞാൻ കിരീടവും ചെങ്കോലും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നീ എന്റെ മോന് തന്നെയാടാ. നീ അത് എടുക്കുമെന്ന് എനിക്കറിയാം. എവിടെയാടാ അത്? അച്ഛനൊന്ന് കാണട്ടെടാ. ഇന്നാ, ഇത് കിരീടത്തിന്റെ CD, ഇത് ചെങ്കോലിന്റെ CD. മതിയാവോൾ അച്ഛനെന്ന് കണ്ടോ? വൃത്തികെട്ടവന്, ഇത്ര പാടുപെട്ട് നിന്നെ ഇവിടെ കയറ്റിയത് ഈ CD കാസറ്റ് എടുക്കാനാണോടാ? പിന്നെ അച്ഛനല്ലേ പറഞ്ഞ ഇനിയിപ്പൊ മഴ പെയ്തില്ലെങ്കിൽ എന്നാ ചെയ്യാനാ? അതിനു മുമ്പ് നീ രക്ഷപ്പെടാൻ നോക്കടാ. എന്നാ പിന്നെ ഓടിയേക്കാല്ലേ? ഓടടാ. നിക്കടാ അവിടെ. മഹാരാജൻ, മണി 5 എവിടെടാ മഴ? എടാ മഴ എവിടെയെന്ന് അടിച്ച് പൊളിക്കടാ. ഞാൻ ചത്തേ. മഴ പെയ്യിക്കാൻ വന്നവൻ ചത്തപ്പോ ദേ ഇടിയും വെട്ടി മഴ. ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം, ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം. ദും 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 ദുന്ദുഭിനാദം നാദം നാദം.
ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകത്തിൽ ആദ്യമായി പച്ചില കൊണ്ട് പച്ച നിർമ്മിക്കാമെന്ന് കണ്ടുപിടിച്ച നമ്മുടെ കേരളത്തിന്റെ അഭിമാന താരം ശ്രീമാൻ പച്ചില പാപ്പച്ചന്റെ പച്ചില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പച്ചയുടെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് ഈ വേദിയിൽ നിർവഹിക്കുന്നതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിനു മുമ്പ് ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മുടെ പഞ്ചായത്തിലെ യുവകവിയായ ശ്രീമാൻ കുഞ്ഞുണ്ണി അദ്ദേഹത്തിന് ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുവേണ്ടി പ്രശസ്ത കവി കുഞ്ഞുണ്ണിയെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. സ്റ്റാർട്ട് ചെയ്തോ. പശുവേ കിളി പിടിച്ചു, പശുവേ കിളി പിടിച്ചു. എന്തൊക്കെയാണ് ചൊല്ലണത്? പശുവെ കിളി പിടിച്ചെന്താ? പ്രിയ കലാസ്നേഹികളെ, എന്റെ പുതിയ കവിതയുടെ പേരാണ് പശു വെകിളി പിടിച്ചു. വാഗമരച്ചുവട്ടിൽ നിന്നെയും കാത്തു നിൽക്കെ കണ്ടു ഞാൻ നിന്റെ തന്തയുടെ തനി സ്വരൂപം. എന്റെ തന്തക്കേറി വിളിച്ചാലുണ്ടല്ലോ. ക്ഷമിക്കണം, അതില്ലാത്തവരെ ഞാൻ വിളിക്കാറില്ല. വാടി വാടി. നീ ആരാടാ ഈ വാടി വാടി എന്ന് പറഞ്ഞു വിളിക്കണത്? വാടി തളർന്നു പോയൻ സ്വപ്നങ്ങൾ. അയ്യോ, പൊട്ടി പൊട്ടി. നീ ആരാടാ ഈ പൊട്ടി പൊട്ടി വാടി വാടി എന്നൊക്കെ പറഞ്ഞു വിളിക്കണത്? പൊട്ടി കരഞ്ഞുകൊണ്ടു ഞാൻ പാടുന്നു. കൊന്നേ കൊന്നേ. നീ ആരെ കൊന്നുണ്ടാടാ ഈ വേദിയിലേക്ക് കയറി വന്നേക്കണത്? കണിക്കൊന്നേ വിടരു 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 വിടരു. വിടർത്തലൊക്കെ മതിയാക്കാൻ വേഗം സ്ഥലം വിടാൻ. മാപ്പ്. ആ മാപ്പ് തന്നിരിക്കുന്നു, വേഗം പോ. അതല്ല എന്റെ അടുത്ത കവിത മാപ്പ്. ഇനി എന്താ കവിത? കോപ്പ് വേഗം ചൊല്ലാൻ നോക്ക്. മകനേ ഇതിന്റെ ഉടഭൂപടം കണ്ട ഈ പൊട്ട് പോലെ ഇരിക്കാണ് ഇന്ത്യ. എന്നെ പഠിപ്പിക്കാതെ കവിത ചൊല്ലി. മകനേ ഇത് ചൈനയുടെ ഭൂപടം കണ്ട ഈ ഓംലേറ്റ് പോലെ ഇരിക്കാണ് ചൈന. എന്നെ പഠിപ്പിക്കാതെ കവിത ചൊല്ലി മന്ത്രി പോവരും. മകനേ ഇത് റഷ്യയുടെ ഭൂപടം കണ്ട ഈ ബുൾസൈ പോലെ ഇരിക്കണല്ലേ, അതാണ് റഷ്യ. അതാണ് റഷ്യല്ലേ? മോനെ നമ്മോട്ട് തിരിഞ്ഞു നിൽക്കാമോ? എന്തിനാണ് ചവിട്ടിയത്? മകനേ ഇതെന്റെ കാലിന്റെ ഭൂപടം. ഇനി കൈയുടെ ഭൂപടം ഉണ്ടാകുമ്പോ സ്ഥലം വിടാൻ നോക്കടാ. അതെ, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഏലമ്പ ടീച്ചർ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ഏലമ്പ ടീച്ചർ എത്തിയാ? ഞാനൊന്ന് അനൗൺസ് ചെയ്തോട്ടെ. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ രോമാഞ്ച കഞ്ചുകമായ നമ്മുടെ പഞ്ചായത്തിന്റെ കട്ടുള്ളിട്ടുണ്ടിയായ ശ്രീമതി ഏലമ്മ ടീച്ചറാണ്. ഏലമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പ്രായമുള്ളവരെ, അല്ല പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു വനിതാ മെമ്പർ ആണെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ഈ പഞ്ചായത്തിലെ വനിതകളുടെ മാത്രം മെമ്പർ അല്ല, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ കൂടി മെമ്പറാണ്. നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം വികസന പരിപാടികൾ ഇന്ന് ഈ പഞ്ചായത്തിൽ നടക്കുവാനുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രസവിക്കാറായിട്ടില്ല, പ്രസംഗിക്കാറായിട്ടില്ല. സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ ടീച്ചർ അവിടെ പോയി വിളിക്കണം കേട്ടോ. മന്ത്രി വന്നിട്ടുണ്ട്. ഓലപ്പടക്കത്തിന് തീ കൊളുത്തിട്ട് മന്ത്രിയുടെ പെട്ടെന്ന്. പ്രിയമുള്ളവരെ, നമ്മളാകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതെന്താണിത്? ആൾക്കാർ നോക്കിയിരിക്കണേ. ഇതെന്താണിത്? ക്ഷമിക്കണം, കുറച്ചു നേരം പാർലമെന്റ് ആന്ന് ഓർത്തുപോയി. അല്ല, സാർ നാട്ടിലുണ്ടായിരുന്നില്ല, ഏതോ ടൂറിലാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഞാൻ വേൾഡ് ടൂറിലല്ലേ. എന്നിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചു? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ആഫ്രിക്ക, മലേഷ്യ, സിംഗപ്പൂർ. ഞാൻ പോകാത്ത കാണാത്ത സ്ഥലങ്ങൾ ഇനി ഇല്ല. നിങ്ങളുടെയൊക്കെ ഭാഗ്യം. ഇനി ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങൾ എന്താ? ഒരു സ്ഥലവും കൂടി കാണാൻ. അതേതാണ് ആ സ്ഥലം? ഞാൻ ജയിച്ച മണ്ഡലം. അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല, പണ്ട് പോയതാ. തോന്നി. സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ടൂറ് പോണെന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഭാര്യ ഒരുമിച്ച് അടിച്ചു പൊളിച്ചാണ് ടൂറൊക്കെ പോയത്? ടൂർ പോയപ്പോ ഭാര്യനെ കൊണ്ട് പോയെന്നോ? എടാ, സദ്യ ഉണ്ടാൻ പോകുമ്പോ വല്ലവരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോവോ? ഞാൻ ഓർത്തില്ല. അപ്പൊ സാറവിടെ പോയിരുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഏലമ്മ ടീച്ചറെ ക്ഷണിച്ചു കൊള്ളുന്നു. ഏലമ്മ ടീച്ചർ ആശംസ. ആശംസ ഏലമ്മ ടീച്ചർ. ഏലമ്മ ടീച്ചർ ആശംസ. സോറി, സ്വല്പ സ്ട്രോങ് ആയി പോയി. 3 മടക്കിൽ ആ ചേട്ടൻ തെറിച്ചു വീണത്. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ
മധ്യത്തിൽ ആരും ഇല്ല. അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ. ബാക്കിയുള്ള അവശിഷ്ടങ്ങളെ ഇന്ന് വേദിയിൽ നമ്മുടെ മന്ത്രി ഉൽപ്ലാഷ സാറിനെ കണ്ടപ്പോൾ എനിക്ക് ചില പഴയകാല സംഭവങ്ങളാണ് ഓർമ്മ വന്നത്. എന്താണത്? നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ ഇരിക്കുന്ന ഉൽപ്ലാഷ സാറ് എന്നാ വികൃതിയായിരുന്നെന്ന് അറിയാവാ? മഹാകുസൃതിയായിരുന്നു. മഹാതെമ്മാടിയായിരുന്നു. തെമ്മാടി എന്താ ടീച്ചർ ഇത്? തറയാവല്ലേ? ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കൂടാ കുറുമ്പ. അങ്ങനെയുള്ള നമ്മുടെ ഉൽപ്ലാഷ സാറിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണത്? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സുന്ദര സുദിനം, അതായത് മെയ് 10. അന്നേ ദിവസം നമ്മുടെ LP സ്കൂളിലേക്ക് ആ കാണുന്ന ഇടവഴിയിലൂടെ ഞാൻ ഇങ്ങനെ മന്ദം നടന്നു വരുമ്പോ ആ ഇടവഴിയിൽ വെച്ച് ഈ ഇരിക്കുന്ന ഉൽപ്ലാഷ സാറിനെ ഞാൻ കണ്ടു. പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? ഇടവഴിയിൽ ഞാനും ഉൽപ്ലാഷ സാറും മാത്രം, മറ്റാരുമില്ല. അവിടെ വെച്ച് ഉൽപ്ലാഷ സാറിനെ അങ്ങനെ തൊട്ടില്ല എന്ന മട്ടിൽ തൊട്ടു പുറകെ വന്നിട്ട് ഇരിക്കുന്ന ഉൽപ്ലാഷ സാർ എന്നെ എന്ത് ചെയ്ത്? ഞാനത് എങ്ങനെ പറയും? ഇരിക്കുന്ന ഉൽപ്ലാഷ സാർ എന്നെ എന്ത് ചെയ്ത്? ഞാൻ പറയൂല. ഇരിക്കുന്ന ഉൽപ്ലാഷ സാർ എന്നെ എന്ത് ചെയ്തെന്ന് പറയാൻ? എന്നെ കടിക്കാൻ വന്നൊരു ചാവലിപ്പട്ടിയെ കല്ലെറിഞ്ഞ് അടിച്ച് 2 സോഡ. അങ്ങനെയുള്ള ഉൽപ്ലാഷ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീപീഡനം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിൽ നമ്മൾ നിയമസഭയിലേക്ക് മന്ത്രിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് ടീച്ചർ അവിടെ എങ്ങാനും പോയിരിക്കും. വെറുതെ ഉള്ളതുകൊണ്ട് പിന്നെ പറയാം. അടുത്തതായിട്ട് പശയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചു കൊള്ളുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, മുമ്പിലിരിക്കുന്ന പിയാം പിള്ളേര്, നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോ ഇതുപോലെ ഒച്ചപ്പാടുണ്ടെങ്കിൽ വല്ല കാര്യമില്ലാട്ടാ. എന്ത് സംസാരിക്കുമ്പോഴും സമാധാനപരമായിരിക്കും. അതല്ലേ അതിന്റെ ശരി. ഇത് പറയുമ്പോ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. എന്താണ് സംഭവം? അവിടെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, പൊറോട്ട, ഉൽക്കല, ബംഗ എല്ലാം സ്ഥിതിവിശേഷമായിരുന്നു. ഇത് പറയുമ്പോൾ ഈ രാജ്യത്ത് ഇതെന്താണിത്? ക്ഷമിക്കണം, പാർലമെന്റ് ആണ് ഓർത്തു പോകും. അങ്ങനെ ഓർക്കല്ലേ മനുഷ്യന്റെ നടുവോടി. സാറൊരു പണി, ഈ പശയുടെ ഉദ്ഘാടനം പെട്ടെന്ന് നിർവഹിക്കാൻ നോക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ പച്ചല പാപ്പസിനുണ്ടാക്കിയ പശ ഞാൻ നിങ്ങളുടെ അനുഭവത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വനിതാ മെമ്പർക്ക് നൽകി ഞാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വനിതാ മെമ്പർക്ക് നൽകി പശ ഞാൻ ഉദ്ഘാടനം ചെയ്തായി നിർവഹിക്കുന്നു. താങ്ക് യു. സാറേ, സാറിന്റെ ഭാര്യ വന്നിട്ട്. അയ്യോ, അത് ശരി. അപ്പൊ എന്നെ പുറത്തിരുത്തി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൈക്ക് പിടിച്ച് കളിക്കാനല്ലേ? പറഞ്ഞു കൊടുക്കണോ? സാറേ, അതെ മാഡം, ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ സാർ നിരപരാധിയാണ്. ഞാൻ സംഭവം ഉണ്ടായത് പറഞ്ഞു തരാം. പച്ചല പാപ്പത്തിന്റെ പശ ഇങ്ങനെ കോരി എടുത്തിട്ട് എവിടെയാ ആ കൈ ഇങ്ങോട്ട് കിട്ടി, ഇങ്ങനെ അങ്ങോട്ട് വെച്ച് എന്നിട്ട് സാറ് കൈ സാറേ അതെ സാറേ, ഇവിടെ നോക്കാൻ. നിങ്ങൾ ഇവിടെ കിടന്ന് മസിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ പശ ഇനി കയ്യിൽ നിന്ന് വിട്ടു പോയെങ്കിൽ ഇത് ഉണ്ടാക്കിയ പാപം ഞാൻ ഇവിടെ വന്നു. പച്ചനെ വേഗം വിളിച്ച് വരച്ചതാ. ആദ്യം പറഞ്ഞിരുന്നില്ല, ആള് വന്നിട്ടില്ല. എന്റെ പൊന്നു പാപ്പച്ച, ഇത് എന്തൊരു പശയാണ്, കയ്യിൽ നിന്ന് പോന്നില്ലല്ല. എന്താ തിരുവാതിര കളി? എന്താണ് ഇവിടെ നടക്കണത്? ഇതൊന്ന് പെട്ടെന്നൊന്ന് പിടിച്ചേരാനുള്ള എന്തെങ്കിലും മാർഗം കാണും. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഒരു 5 മിനിറ്റ് ആയി കാണും. 5 മിനിറ്റ് ആയുള്ള? അതെ. അപ്പൊ കുഴപ്പമില്ല. 6 വർഷം മുമ്പാണ് ഞാൻ പശ കണ്ടുപിടിച്ചത്. അതിന്റെ സന്തോഷത്തിൽ അന്ന് തലയാഴ്ച ഉറങ്ങിയതാണ് ഞാൻ. ഇതും തമ്മിൽ ഇന്ന് വരെ വിട്ടിട്ടില്ല. ഇതിനേക്കാൾ വരുമോ അത്?